മുഖ്തസർ 318 പേജ് 480. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഇലാഹിൽ മആനി വനവ്വറ ഖുലൂബനാ ബിലവാമി തിബയാനി മിൻ മത്താലിഇൽ മസാനി വനുസല്ലി അലാ നബിയിക മുഹമ്മദിൽ മുഅയ്യദ് ദലായിലു ഇഅ്ജാസിഹി ബിഅസ്റാരിൽ ബലാഗ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുഹദിസീന قسمات سبق في مضمار الفصاحة والبراءة. أما بعد، والثاني أن يثبت لشيء صفة مدح وتعقب بأداة استثناء تليها صفة مدح أخرى له، نحو أنا أفصح العرب بعد أني من قريش، واصل الاستثناء فيه أيضا أن يكون منقطعا لكنه لم يقدر متصلا. والضرب الثاني من تأكيد المدح بما يشبه الذم. ദമ്മിനോട് ശിബഹുള്ള ഒരു മദഹ് കൊണ്ട് മദഹിനെ തഅക്കീദ് ചെയ്യുന്നതിൽ നിന്നുള്ള രണ്ടാമത്തെ ദർബ് അൻ യുസ്ബത്ത സുബൂത്താക്കപ്പെടലാണ് ലി ഷൈഇൻ ഒരു ഷൈഇനക്ക് സിഫത്തു മദ്ഹിൻ ഒരു മദ്ഹിന്റെ സിഫത്തിനെ സുബൂത്താക്കപ്പെടലാണ്. എന്നിട്ട് വയുഅക്കബ ഉടനെ പറയലുമാകുന്നു ബി അദാത്തിൽ ഇസ്തിസ്നായി ഇസ്തിസ്നായിന്റെ അദാത്തിനെ ഉടനെ പറയലുമാണ്. ഐ യുദ്കറ അക്കീബ ഐ യുദ്കറ അക്കീബ സിബ അക്കീബ ഇസ്ബാത്തി സിഫത്തിൽ മദ്ഹി ലിദാലിക ഷൈഇ. ആ ഷൈഇനിക്ക് ഒരു മദ്ഹിന്റെ സിഫത്തിനെ സുബൂത്താക്കിയ ഉടനെ പറയപ്പെടലാണ് ലിദാലിക ഷൈഇ. ആ ഷൈഇനിക്ക് ഒരു മദ്ഹിന്റെ സിഫത്തിനെ സുബൂത്താക്കിയ ഉടനെ പറയപ്പെടലാണ് അദാത്തു ഇസ്തിസ്നാഇൻ ഇസ്തിസ്നാഇന്റെ അദാത്തിനെ പറയലാണ്. തലീഹ ഇസ്തിസ്നാഇന്റെ അദാത്തിനോടടുക്കും സിഫത്തു മദ്ഹിൻ ഉഖ്റാലുഹു ഐ ലിദാലിക ഷൈഇ. ആ ഷൈഇനിക്കുള്ള മറ്റൊരു മദ്ഹിന്റെ സിഫത്ത്. അതാണ് രണ്ടാമത്തെ ദർബ്. നഹ്വു ഖൗലിഹി അലൈഹിസ്സലാം അന അഫ്സഹുൽ അറബി ബൈദ അന്നി മിൻ ഖുറൈശ്. ഞാൻ അറബികളിൽ നിന്ന് കൂടുതൽ വ്യക്തമായി വാചാലനായി സംസാരിക്കുന്നവനാണ്. ബൈദ അന്നി മിൻ ഖുറൈശിൻ ബൈദ അന്നി മിൻ ഖുറൈശ്. അതിനും പുറമെ ഞാൻ ഖുറൈശികളിൽ പെട്ടവനുമാകുന്നു. അതിനും പുറമെ കാരണം ഇവിടെ ഇസ്തിസ്നാ മുങ്കത്തിയാണ്. അപ്പോൾ മുസ്തസ്ന മിന്നൂൽ ഇവിടെ കടക്കൂല. അതുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്തിസ്നാ ഇല്ല. ഇസ്തിസ്നാ മുങ്കത്തിയാണ്. എങ്കിലും ഞാൻ ഖുറൈശിയിൽ പെട്ടവനാണ്. അപ്പോൾ ഞാൻ അറബികളിൽ നിന്ന് കൂടുതൽ ഫസാഹത്തുള്ളവനാണ്. അപ്പോൾ ഫസാഹത്ത് എന്ന സിഫത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സുബൂത്താക്കി. ബൈദ അന്നി മിൻ ഖുറൈശിൻ അതിനും പുറമെ ഞാൻ ഖുറൈശിയിൽപ്പെട്ടവനുമാണ്. അപ്പോൾ ഷൈഇ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഫസാഹത്ത് എന്ന സിഫത്തിനെ സുബൂത്താക്കി. അതിനോട് ബൈദ എന്ന ഇസ്തിസ്നാഇന്റെ അദാത്ത് എടുത്തു. ആ ഇസ്തിസ്നാഇന്റെ അദാത്തിനെ അതിൻ്റെ ഉടനെ പറഞ്ഞു. ആ ഇസ്തിസ്നാഇന്റെ അദാത്തിനോട് ആരെടുത്തു? അന്നി മിൻ ഖുറൈശിൻ എന്ന ഒരു മദ്ഹിന്റെ സിഫത്തെടുത്തു. ഇതാണ് രണ്ടാമത്തെ ദർബ്. പറയട്ടെ. ബൈദ ബിമാന വൈറ. ഈ ബൈദ വൈറിന്റെ മാനാക്കാണ്. അപ്പൊ ഇസ്തിസ്നാഇന്റെ അദാത്താവുമ്പോൾ ഞാൻ ഖുറൈശികളിൽ പെട്ടവനാകൽ ഒഴികെന്ന. ഇവിടെ ഫസാഹത്തിൽ നിന്ന് ഖുറൈശിനെ ഇസ്തിസ്നാ ചെയ്യാൻ പറ്റൂല. കാരണം എന്തുകൊണ്ടാ? ഫസാഹത്തൊരു ഖാസായ സിഫത്താണ്, ഒരു ആമായ സിഫത്തല്ല. ആമായ സിഫത്താണെങ്കിലല്ലേ ഇസ്തിസ്നാ ചെയ്യാൻ പറ്റുള്ളൂ. ഖാസാ സിഫത്താണ്. ഈ ഖാസാ സിഫത്തായതുകൊണ്ട് ഈ ഖുറൈശി എന്നതിനെ അതിൽ നിന്ന് ഹക്കീക്കത്തിൽ ഇസ്തിസ്നാ ചെയ്യാൻ പറ്റൂല, തഖ്ദീറിലും പറ്റൂല. ഒന്നാമത്തെ ദർബിൽ തഖ്ദീറൻ ഇസ്തിസ്നാ ഉണ്ടല്ലോ.
ഇവിടെ ആ തക്ദീറും പറ്റൂല. കാരണം എന്താ, മുസ്തസ്നാ മിൻഹു ഇവിടെ ആമല്ല ഖാസാണ്. അപ്പോൾ എങ്ങനെ അർത്ഥം വെക്കണം? ഇവിടെ ഇസ്തിസ്നാഇനെ തക്ദീറിൽ പോലും ഇസ്തിസ്നാവ് പറ്റൂല. നേരത്തെ പറഞ്ഞു കൊടുത്ത് എന്ത് പറ്റിയിരുന്നു? ലാ ഐബ ഫീഹിം, അവരിൽ ഐബേ ഇല്ല, അവരുടെ വാളുകൾക്ക് പൊട്ടലുണ്ട് എന്നതൊഴികെ. അവിടെ അതിൻ്റെയും പുറമെ അവരുടെ വാളുകൾക്ക് പൊട്ടലുണ്ട് എന്നാണ് അവിടെ അർത്ഥം. പക്ഷെ അവിടെ ഈ ഫുലൂലു സൈഫ് ഐബിൽപ്പെട്ടതാണ് തക്ദീർ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അവിടെ വല്ല ഐബും വാളുകൾക്ക് പൊട്ടൽ ഒഴികെ. അപ്പൊ വാളിന്റെ പൊട്ടൽ ഐബാണിങ്ങളുടെ ഐബുണ്ട്, പക്ഷെ വാളിന്റെ പൊട്ടൽ എന്തല്ല, ഐബല്ല. അപ്പോൾ ഐബ് അവർക്ക് ഐബില്ല എന്ന് അവിടെ സ്ഥിരപ്പെട്ടു. അവിടെ മുത്തസിലായിട്ടൊരു തക്ദീർ ചെയ്യുന്നുണ്ട്, ഇവിടെ അതിനും പറ്റൂല. അപ്പോൾ ഇവിടുത്തെ അർത്ഥം എങ്കിലും അതിനും പുറമെ ഞാൻ ഖുറൈശിയിൽപ്പെട്ടവനാണ്. ബിമാന ഖൈറവഹു അദാത്തുൽ ഇസ്തിസ്നാഇ, അതാണ് ഇസ്തിസ്നാഇന്റെ അദാത്ത്. വഅസ്ലുൽ ഇസ്തിസ്നാഇ ഫീഹി ഐ ഫീ ഹാദൽ ദർബി, ഈ ദർബിലുള്ള ഇസ്തിസ്നാഇന്റെ അസ്ല്. ഈ ദർബ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഒരു സൈനിക്ക് മദഹിന്റെ സിഫത്തിനെ സുബൂത്താക്കി അതിൻ്റെ ഉടനെ ഇസ്തിസ്നാഇന്റെ അദാത്തിനെ പറയുകയും ആ ഇസ്തിസ്നാഇന്റെ അദാത്തിനോട് മദഹിന്റെ സിഫത്തെടുക്കുകയും ചെയ്യുക. അപ്പോൾ വാസുലുൽ ഇസ്തിസ്നാഇ ഫീഹി ഐ ഫീ ഹാദൽ ദർബി, ഈ ദർബിലുള്ള ഇസ്തിസ്നാ ഐലൻ വീണ്ടും അയ്യക്കൂന മുങ്കത്തിയൻ, അത് മുങ്കത്തിയാവലാണ്. കമാ അന്നൽ ഇസ്തിസ്നാ ഫിൽ ദർബിൽ അവ്വലി, ഒന്നാം ദർബിലുള്ള ഇസ്തിസ്നാ ആയതുപോലെ മുങ്കത്തി ആയതുപോലെ. ഇവിടെ എന്താണ് അസ്ലു മുങ്കത്തിയാവലി അദമി ദുഖൂലിൽ മുസ്തസ്നാ ഫിൽ മുസ്തസ്നാ മിൻഹു. ഇവിടെ മുസ്തസ്നാ മിൻഹുവിൽ കടന്നിട്ടില്ല, ഒന്നാം ദർബിലും കടന്നിട്ടില്ല. അവിടെ പിന്നെ തക്ദീർ ചെയ്തിട്ടുണ്ട്, നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. ഇവിടെ ഏതായാലും കടന്നിട്ടില്ല കേട്ടോ. വഹാദ, ഇത് ഈ ലർബിലുള്ള അസ്ല്, ഈ ലർബിൽ ഇസ്തിസ്നാഇന്റെ അസ്ല് മുങ്കത്തി ആവൽ ലാ യുനാഫി, എതിരല്ല ഖൗനൽ അസ്ലി ഫീ മുത്ലഖിൽ ഇസ്തിസ്നാഇ ഹുവൽ ഇത്തിസാല, മുത്ലഖ് ഇസ്തിസ്നായിലുള്ള അസ്ല് ഇത്തിസാലാവലിനോട് എതിരല്ല. നേരത്തെ പറഞ്ഞല്ലോ ഇസ്തിസ്നായിലുള്ള അസ്ല് മുത്തസിലാണെന്ന് കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒമിൻ ജിഹത്തി അന്നൽ അസ്ല, തൈക്കീദിനെ രണ്ട് ജിഹത്തിൽ നിന്ന് രണ്ടാമത്തെ ജിഹത്ത് പറഞ്ഞത് എന്താണ്? ഒമിൻ ജിഹത്തി അന്നൽ അസ്ല ഫീ മുത്ലഖിൽ ഇസ്തിസ്നാഇ വൽ ഇത്തിസാലു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് ഫദിക്കുറു അദാത്തി ഖബല ദിക്രി മാ ബഅദഹ യൈനിൽ മുസ്തസ്നാ യൂഹിമു ഇഖ്റാജ ഷൈ എന്നൊക്കെ പറഞ്ഞതാണ്. പോട്ടെ. അപ്പോൾ മുത്തലഖ് ഇസ്തിസ്നാഇലുള്ള അസ്ല് ഇത്തിസാലാവലിനോട് എതിരല്ല. ഈ ദർബിൽ ഇസ്തിസ്നാഇന്റെ അസ്ല് മുങ്കത്തി ആവല് കേട്ടോ. അവിടെ ദുസൂക്ക് 4391 കാണാം. ഖൗലുഹു വഹാദ ഐ കൗനുൽ അസ്ലി ഫിൽ ഇസ്തിസ്നാഇ ഫി ഹാദൽ ദർബി അൽ ഇൻഖിതാഅ, ഈ ദർബിൽ ഇസ്തിസ്നാഇലുള്ള അസ്ല് മുങ്കത്തി ആവൽ ലാ യുനാഫി കൗനൽ അസ്ലി ഫി മുത്ലഖിൽ ഇസ്തിസ്നാഇ അൽ ഇത്തിസാല, മുത്ലഖ് ഇസ്തിസ്നാഇലുള്ള അസ്ല് ഇത്തിസാലാവലിനോട് എതിരല്ല. കാരണം അന്ന അസാലത്തൽ ഇൻഖിതാഇ, ഈ ദർബിൽ ഇൻഖിതാഇന്റെ അസാലത്ത് നളറൻ ലി ഖുസൂസി ഹാദൽ ദർബിയാണ്, ഈ ദർബിന്റെ ഖുസൂസിലേക്ക് നോക്കിയിട്ടാണ്. ചില മാതകളുടെ ഖുസൂസിലേക്ക് നോക്കിയിട്ട് അവിടെ അസ്ല് വ്യത്യാസമാവും. അസാലത്തുൽ ഇത്തിസാലോ, ഇത്തിസാൽ അസ്ലാവലോ നളറൻ ലി മുത്ലഖിൽ ഇസ്തിസ്നാഇയിലേക്ക് നോക്കിയിട്ടാണ്. വഹദാ കമാ യുഖാലു അൽ അസ്ലു ഫിൽ അഹ്വാനി,
ഹയവാനിൽ അസിലെന്താണ്? അയ്യക്കൂന ബസീറൻ ആവലാണ്. വല്ലസുലു ഫിൽ അക്രബി അന്തക്കൂന അമ്യാ, അക്രബിലുള്ള അസില് അത് അമ്യാവും ആവലാണ്. അക്രബ് ഹയവാനിൽ പെട്ടതാണല്ലോ. അപ്പോൾ ഹയവാനിൽ അസില് ബസീറാവലാണ്. അക്രബിലുള്ള അസിലെന്താണ്? അമ്യാ ആവലാന്ന് പറഞ്ഞാൽ അത് അക്രബിന്റെ ഖുസൂസിലേക്ക് നോക്കിയിട്ടാണ് അവിടെ ബസീറാവാതിരിക്കുന്നത്. കണ്ടോ? ഫൽ ഹുക്മു അലൽ ഹയവാനി ബി അസാലത്തിൽ ബസരി ലഹു. ഹയവാന്റെ മേല് ബസർ അസലാവൽ കൊണ്ട് ഹുക്മ ചെയ്യൽ ലാ യുനാഫി അൽ ഹുക്മ അലാ നൗഇൻ മിൻഹു ബി സുബൂത്തി അസാലത്തിൽ അമാലഹു. ഹയവാനിന്റെ ഏതോ ഒരു നൗഇനക്ക് അമ്മയുടെ അസാലത്തിന്റെ സുബൂത്ത് കൊണ്ടുള്ള ഹുക്കുമിനോട് ഹുക്കും ചെയ്യുന്നതിൽ എതിരല്ല. ലാ യുനാഫി, ഹയവാന്റെ മേൽ ബസർ അസാലത്താവലോണ്ട് ഹുക്കുമ ചെയ്യൽ ലാ യുനാഫി, ആ ഹുക്കുമെതിരല്ല. അൽ ഹുക്കുമ, ഒരു ഹുക്കുമിനോട് എതിരല്ല. അലാ നൗഇൻ മിൻഹു, ഹയവാനിൽ നിന്നുള്ള ഒരു നൗഇന്റെ മേൽ ഹുക്കുമ ചെയ്തതിനോട് എതിരല്ല. എന്തുകൊണ്ട് ഹുക്കുമ ചെയ്തു? ബി സുബൂത്തി അസാലത്തിൽ അമാലഹു, ആ നൗഇനക്ക് അമന്റെ അസാലത്ത് സാബിത്താവലുകൊണ്ട് ഹുക്കുമ ചെയ്യലിനോട് എതിരല്ല. വൈദാ അലിംത, നീ മനസ്സിലാക്കിയാൽ അന്നഹു ലാ മുനാഫാത്ത, എതിരില്ല ബൈന കൗലിൽ അസ്ലി ഫി മുത്തലഖിൽ ഇസ്തിസ്നാഇ അൽ ഇത്തിസാല, മുത്തലഖ് ഇസ്തിസ്നാഇലുള്ള അസ്ല് ആവുന്നതിൽ അൽ ഇത്തിസാലാവുന്നതിലും വ കൗലിൽ അസ്ലി ഫിൽ ഇസ്തിസ്നാഇൽ വാഖി ഫി ഹാദൽ ദർബി അൽ ഇൻഖിതാഅ, ഈ ദർബിൽ സംഭവിച്ച ഇസ്തിസ്നാഇൽ അസ്ല് ഇൻഖിതാവലും തമ്മിൽ എതിരില്ലാന്ന് നീ അറിഞ്ഞാൽ തഅലമു, നിനക്കറിയാം, അന്നഹു ലാ തനാഫിയ ബൈന കലാമയിൽ മുസന്നിഫി, മുസന്നിഫിന്റെ രണ്ട് കലാമിന്റെ ഇടയിൽ തനാഫി ഇല്ല. പോട്ടെ. അപ്പോ അതാ പറഞ്ഞത്, ഒന്നാം ദർബില് ഇസ്തിസ്നാഉ മുങ്കത്തി ആയതുപോലെ ഈ രണ്ടാം ദർബിലും ഇസ്തിസ്നാഇന്റെ അസ്ല് മുങ്കത്തി ആണ്. പക്ഷെ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അതും മുങ്കത്തിയാണ്, ഇതും മുങ്കത്തിയാണ്. പക്ഷെ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ലാക്കിന്നഹു, കേട്ടോ, ലാക്കിന്നഹു അത് മത്തനാണത്. എങ്കിലും അത് അയ്യൽ ഇസ്തിസ്നാൽ മുങ്കത്തിയ ഫി ഹാദൽ ദർബി, ഈ ദർബിലുള്ള ഇസ്തിസ്നാഉ മുങ്കത്തി ലം യുഖദ്ദർ മുത്തസില, ഇവിടെ മുത്തസിലായിട്ട് തക്ദീർ ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം ഇവിടെ മുസ്തസ്ന മിന്നുവിൽ തക്ദീറനും തഹ്കീഖനും തക്ദീറനും കടക്കൂല. ഇവിടെ ചെയ്യാൻ വയ്യ. ഒന്നാമത്തെ ദർബിൽ അവിടെ മുസ്തസ്ന മിന്നുവിൽ പെട്ടതാണ്, തക്ദീർ ചെയ്തിട്ടുണ്ട്, ഒരു ഐബുമില്ല. ഇനി ഐബിൽ നിന്നാണ് ഇസ്തിസ്നാ ചെയ്യേണ്ടത്. അതെന്തിനാ ഇസ്തിസ്നാ ചെയ്തത്? ഷജാഅത്ത്, വാളുകൾക്ക് പൊട്ടൽ, വാളിന്റെ പൊട്ടലിനെ. വാളിന്റെ പൊട്ടൽ ഐബല്ലല്ലോ. അപ്പോ വാളിന്റെ പൊട്ടൽ ഐബാണെന്ന് തക്ദീർ ചെയ്തിട്ട്, വാളിന്റെ പൊട്ടൽ ഐബല്ലട്ടോ, ഐബാണെന്ന് തക്ദീർ ചെയ്തിട്ട് ആണ് ആ ഐബിൽ നിന്ന്, അവർക്ക് ഐബില്ല എന്ന് പറഞ്ഞ നഫി ചെയ്യപ്പെട്ട ഐബിൽ നിന്ന് ഏതിനെ ഇസ്തിസ്നാ ചെയ്തു? ഫുലൂലു സൈഫിനെ ഇസ്തിസ്നാ ചെയ്തത്. തക്ദീർ ചെയ്തിട്ടാണ്. തക്ദീർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്കൊരു ഐബുമില്ല, വാളിന്റെ പൊട്ടൽ ഒഴികെ. അതായത് വാളിന്റെ പൊട്ടൽ ഐബാണെങ്കിൽ ഈ ഐബുണ്ട്, പക്ഷെ വാളിന്റെ പൊട്ടൽ എന്തല്ല? ഐബല്ല. അപ്പൊ അവർക്ക് ഐബില്ല. അങ്ങനെയാണ് അവിടെ മദ്ഹുണ്ടായത്. ഇവിടെ മുത്തസിലായിട്ട് തക്ദീർ ചെയ്തിട്ടില്ല എന്നാ, അങ്ങനെ വ്യത്യാസമുള്ളത്. ലാക്കിന്നഹു ലം കമാ ഖുദ്ദിറ ഫിൽ ദർബിൽ അവ്വലി, ഒന്നാം ദർബില് തക്ദീർ ചെയ്തതുപോലെ ഇവിടെ തക്ദീർ ചെയ്തിട്ടില്ല. ഇത് കാരണം ലൈസഹാവുന, ഈ ഒന്നാം ദർബിലില്ല സിഫത്തു ദമ്മിൻ, ഒരു ദമ്മിന്റെ സിഫത്തില്ല, മൻഫിയത്തിൻ, നഫി ചെയ്യപ്പെട്ട ഒരു സിഫത്തില്ല, ദമ്മിന്റെ സിഫത്തില്ല. മൻഫിയത്തിൻ എന്ന് പറഞ്ഞാൽ അല്ല, മൻഫിയത്തുൻ. ലൈസഹാവുന, ഇവിടെയില്ല സിഫത്തു ദമ്മിൻ, ദമ്മിന്റെ സിഫത്തില്ല. മൻഫിയത്തുൻ, എങ്ങനത്തെ സിഫത്ത്?
നഫി ചെയ്യപ്പെട്ടതായ ദമ്മിന്റെ സിഫത്തില്ല. മൻഫിയത്തും സിഫത്തിലേക്ക് സിഫത്ത്. ആമത്തുൻ ആമായ നഫി ചെയ്യപ്പെട്ട ദമ്മിന്റെ സിഫത്തില്ല. അപ്പൊ സിഫത്തു ദമ്മിൻ മൻഫിയത്തുൻ ആമത്തുൻ. യുംകിനു തഖ്ദീറു ദുഹൂരി സിഫത്തിൽ മദിഹി, മദിഹിന്റെ സിഫത്ത് ദാഖിലാണെന്ന് സങ്കല്പിക്കൽ ഇംഖാനാകും. ഫീഹ ആ ദമ്മിന്റെ സിഫത്തിൽ, ആ ആമായ നഫി ചെയ്യപ്പെട്ട ദമ്മിന്റെ സിഫത്തിൽ മദിഹിന്റെ സിഫത്ത് ദാഖിലാണെന്ന് സങ്കല്പിക്കൽ ഇംഖാനാകും. അങ്ങനത്തെ ഒരു ആമായ ദമ്മിന്റെ സിഫത്ത് ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ ഉള്ളത് എന്താണ്? സുബൂത്താക്കപ്പെട്ട ഒരു ഖാസായ സിഫത്താണ്. സുബൂത്താക്കപ്പെട്ട ഖാസായ സിഫത്താണ്. ഖാസായ സിഫത്തിൽ നിന്ന് ഇസ്തിസ്നാ ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് ഇവിടെ തക്ദീർ ചെയ്യാൻ പറ്റൂല. ആമായ സിഫത്തല്ല ഇവിടെ ഉള്ളത്. ഒന്നാം നെർബില് ഒരു ആമായ സിഫത്താണ്, നഫി ചെയ്യപ്പെട്ട ആമായ സിഫത്താണ്. ഐബില്ല, വാളിന്റെ പൊട്ടൽ ഒഴികെ. അപ്പൊ വാളിന്റെ പൊട്ടൽ ഒരു ഐബാണെന്ന് തക്ദീർ ചെയ്തിട്ടാണ് അതിൽ നിന്ന് ഇസ്തിസ്നാ. അതായത് വാളിന്റെ പൊട്ടൽ ഐബാണെങ്കിൽ ഒരു ഐബുണ്ട്, വാളിന്റെ പൊട്ടൽ ഐബല്ല, അപ്പൊ ഐബില്ല എന്നപ്പോ പറഞ്ഞത് അവിടെ. ഇവിടെ അങ്ങനെ തക്ദീർ ചെയ്യാൻ പറ്റൂല. വൈതാലം പിന്നെ യുംകിൻ തക്ദീറുൽ ഇസ്തിസ്നായി മുത്തസിലൻ അല്ലേ ഫി ഹാദൽ നെർബി. ഈ നെർബില് ഇസ്തിസ്നായിനെ മുത്തസിലായിട്ട് സങ്കല്പിക്കൽ സാധ്യമല്ല എങ്കിൽ ഫലാ യുഫീദു, ഈ നെർബ് ഫായിദ വെപ്പിക്കൂല അത്തഈക്കീദ, തഈക്കീദിനെ ഇല്ലാ മിനൽ വജ്ഹി സാനി, രണ്ടാം വജ്ഹിൽ കൂടിയല്ലാതെ. കാരണം ഒന്നാമത്തെ വജ്ഹ് കൂടെ പറ്റൂല. ഒന്നാമത്തെ വജ്ഹ് കൊണ്ട് തൈക്കീദിനെ ഫായിദപ്പിക്കണമെങ്കിൽ അവിടെ എന്താവണം? മദ്ഹിന്റെ സിഫത്ത് ഈ ദമ്മിന്റെ സിഫത്തിൽ ദാഖിലാണെന്ന് സങ്കല്പിക്കാൻ പറ്റണം. അപ്പോഴാണ് ഒന്നാമത്തെ വജ്ഹിൽ കൂടി തൈക്കീദിനെ ഫായിദപ്പിക്കുള്ളൂ. ഇവിടെ അങ്ങനെ സങ്കല്പിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് രണ്ടാമത്തെ വജ്ഹിൽ കൂടിയല്ലാതെ ഈ നെർബ് തൈക്കീദിനെ ഫായിദ വെപ്പിക്കൂല. വഹുവ, ഈ രണ്ടാമത്തെ വജ്ഹ്, രണ്ട് വജ്ഹാണ് അവിടെ പറഞ്ഞത്. ഈ രണ്ടാമത്തെ വജ്ഹ് എന്താണ്? രണ്ടാമത്തെ വജ്ഹ് അല്ലേ? അന്ന ദിക്റ അദാത്തിൽ ഇസ്തിസ്നായി, ഇസ്തിസ്നായിന്റെ അദാത്തിനെ പറയല്. ഇവിടെ ഉദാഹരണം അന അഫ്സഹുൽ അറബി ബൈദ, അതാണ് ഇസ്തിസ്നാ അദാത്ത്. ഇസ്തിസ്നായിന്റെ അദാത്തിനെ പറയല് ബൈദ. ഖബല ദിക്രിൽ മുസ്തസ്നാനെ പറയുന്നതിന് മുമ്പ്. മുസ്തസ്ന ഏതാണ്? അന്നി മിൻ ഖുറൈശിൻ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ. അപ്പൊ അന്നി മിൻ ഖുറൈശ് എന്ന് പറയുന്നതിന്റെ മുമ്പ് ബൈദ എന്ന ഇസ്തിസ്നായിനെ പറയല്, ഇസ്തിസ്നായിന്റെ അദാത്തിനെ പറയല്. യൂഹിമു തോന്നിപ്പിക്കും, ഇഖ്റാജ ഷൈഇൻ ഒരു ഷൈഇനെ പുറപ്പെടുവിക്കലിനെ തോന്നിപ്പിക്കും. അമ്മാ ഖബലഹ അതിന്റെ മുമ്പുള്ളതിൽ നിന്ന്. എങ്ങനെ തോന്നിപ്പിക്കാൻ കാരണം? മുസ്തസ്നാനെ പറയുന്നതിന് മുമ്പ് ഇസ്തിസ്നായിന്റെ അദാത്തിനെ പറയല്, ആ അദാത്തിന്റെ മുമ്പുള്ളതിൽ നിന്ന് ഒരു ഷൈഇനെ ഇഖ്റാജ് ചെയ്യലിനെ തോന്നിപ്പിക്കും. ശരിയാണത്. അതെന്താ തോന്നിപ്പിക്കാൻ കാരണം? മിന്നൈസു ഇന്നൽ അസ്ല ഫീ മുത്ലഖിൽ ഇസ്തിസ്നായി ഹുവൽ ഇത്തിസാലു, മുത്ലഖുൽ ഇസ്തിസ്നായിൽ അസ്ല് ഇത്തിസാലാണ് എന്ന ഭാഗത്തിലൂടെ. അപ്പോ ഇസ്തിസ്നാന്റെ അദാത്തിനെ പറഞ്ഞാൽ എന്തോ ഒന്നിനെ അതിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന തോന്നിപ്പിക്കലുണ്ട്. അങ്ങനെ ഫൈദാ ദുക്കിറ ബഅദൽ അദാത്തി, അദാത്തിന്റെ ശേഷം പറഞ്ഞാൽ സിഫത്ത് മദ്ഹിൻ, ഒരു മദ്ഹിന്റെ സിഫത്തിനെ പറഞ്ഞാൽ ഉഖറ മറ്റൊരു മദ്ഹിന്റെ സിഫത്തിനെ പറഞ്ഞാൽ തൈക്കീദ് വന്നു. കാരണം ഞാൻ അഫ്സഹുൽ അറബാണ്, അറബികളിൽ ഏറ്റവും ഫസീഹായവനാണ്. ഇനി അവിടെ ഇസ്തിസ്നാന്റെ അദാത്ത് പറഞ്ഞിട്ട് ഇനി പറയേണ്ടത് എന്താണ്? ഒരു ദമ്മിന്റെ സിഫത്തിനെയാണ്. എങ്കിലും ഞാൻ ഇതും പറഞ്ഞിട്ട് മദ്ഹിന്റെ സിഫത്ത് ആദ്യം പറഞ്ഞു, എന്നിട്ട് ഇസ്തിസ്നാന്റെ അദാത്ത് പറഞ്ഞാൽ പിന്നെ എന്തിനെ പുറപ്പെടുവിക്കേണ്ടത്? ഒരു
എങ്കിലും ഞാൻ മോശപ്പെട്ടവനാണെന്നോ അങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. അപ്പോൾ എന്തായി? മദ്ഹിന്റെ സിഫത്താണ് അതിനോടടുത്തത്. ഫൈദ അപ്പോൾ എന്തോ ഒന്നിനെ പുറപ്പെടുവിക്കലിനെ തോന്നിപ്പിക്കും. ഫൈദ ദുക്കിറ ബഅദൽ അദാത്തി സിഫത്ത് മദ്ഹിൻ, മദ്ഹിന്റെ സിഫത്ത് അതാ അതിൻ്റെ ശേഷം മദ്ഹിന്റെ സിഫത്തിനെ പറഞ്ഞാൽ തൈക്കീത് അവിടെ എന്തായി തൈക്കീത് വന്നിട്ടുണ്ട് കേട്ടോ. തൈക്കീതു വലാ യുഫീദു തൈക്കീദ, അതാണ് കൗലുഹു വഹുവ അന്ന ദിക്റ. ഹാസിലുഹു ദസൂക്ക് 4 392 അന്നൽ ഇഖ്റാജ ഫീ ഹാദൽ ലർബി, ഈ ലർബിൽ ഇഖ്റാജ് മിൻ സിഫത്തിൽ മദ്ഹിൽ മുസ്ബത്തത്തി, സുബൂത്താക്കപ്പെട്ട മദ്ഹിന്റെ സിഫത്തിൽ നിന്നാണല്ലോ ഇഖ്റാജ്. അപ്പോൾ മൂജബായ കലാമാണ്, മുസ്ബത്തിൽ നിന്നാണ് ഇഖ്റാജ്. അപ്പോൾ യതവഹമു തോന്നിപ്പോകും ഖബല ദിക്രിൽ മുസ്തസ്ന, മുസ്തസ്നാവിനെ പറയുന്നതിന് മുമ്പ് അന്നഹു സിഫത്തു മദ്ഹിൻ, ആ മുസ്തസ്ന ഒരു മദ്ഹിന്റെ സിഫത്താണെന്നും ഉരീദ ഇഖ്റാജുഹ മിനൽ മുസ്തസ്ന മിന്നു, ആ മദ്ഹിന്റെ സിഫത്തിനെ മുസ്തസ്ന മിന്നുവിൽ നിന്ന് പുറപ്പെടുവിക്കലിന് ഉദ്ദേശിക്കപ്പെട്ടു. അപ്പോൾ ഒരു മദ്ഹിന്റെ സിഫത്താണ് മുസ്തസ്ന എന്ന് തോന്നും. എന്നിട്ട് ആ മദ്ഹിന്റെ സിഫത്തിനെ ഈ മുസ്തസ്ന സുബൂത്താക്കപ്പെട്ടതിൽ നിന്ന് പുറപ്പെടുവിക്കലിനെ തോന്നാം. ഓ നഫിയുഹ അനിൽ മൗസൂഫി, മൗസൂഫിൽ നിന്ന് ആ മദ്ഹിന്റെ സിഫത്ത് നഫി ചെയ്യലിനെയും. കാരണം അന്നൽ ഇസ്തിസ്നാ മിനൽ ഇസ്ബാത്തി, ഇസ്ബാത്തിൽ നിന്ന് ഇസ്തിസ്നാ നഫിയാണ്. ഫൈദാ തബയ്യന ബഅദ ദിക്രിഹി അന്നഹു ഉരീദ ഇസ്ബാത്തുഹു ലഹു ഐളൻ, അപ്പോൾ വ്യക്തമായാൽ ബഅദ ദിക്രിഹി മുസ്തസ്നായിനെ പറഞ്ഞതിന് ശേഷം അന്നഹു ഉരീദ ഇസ്ബാത്തുഹു ലഹു, മുസ്തസ്നാനെ സുബൂത്താക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ ഈ മദ്ഹിന്റെ സിഫത്തിനെ ഇസ്തിസ്ന അല്ല ചെയ്യണത്, പിന്നെന്താ ചെയ്യണത്? സുബൂത്താക്കുക ചെയ്യണത്. സുബൂത്താക്കപ്പെട്ട മദ്ഹിന്റെ സിഫത്തിൽ നിന്ന് ഇസ്തിസ്ന ചെയ്യേണ്ടത് ഒരു മദ്ഹിന്റെ സിഫത്തിനെയാണ് ഇസ്തിസ്ന ചെയ്യുക. അപ്പോൾ എന്താണ്? അത് ഇല്ലാന്നാ പറയാ. നബി ഫസാഹാണ്, അതൊരു മദ്ഹാണ്, ഇന്ന മദ്ഹ് ഒഴികെന്നാ പിന്നെ പറയേണ്ടത് അല്ലേ? അപ്പോൾ ആ മദ്ഹില്ല. പക്ഷെ ഇവിടെ മദ്ഹ് പറഞ്ഞിട്ട് മദ്ഹിനെ സുബൂത്താക്കുകയാണ് ചെയ്തത്. അതാണ് ദസൂക്കി പറഞ്ഞത്. എന്ത്? ഹാസിലുഹു അന്നൽ ഇഖ്റാജ ഫീ ഹാദൽ ലർബി, ഈ ലർബിലുള്ള ഇഖ്റാജ് മിൻ സിഫത്തിൽ മദ്ഹിൽ മുസ്ബത്തത്തി, സുബൂത്താക്കപ്പെട്ട മദ്ഹിന്റെ സിഫത്തിൽ നിന്നാണ്. ഫയുതവഹമു തോന്നപ്പെടും ഖബല ദിക്രിൽ മുസ്തസ്ന, മുസ്തസ്നാനെ പറയുന്നതിന് മുമ്പ് അന്നഹു സിഫത്തു മദ്ഹിൻ, ആ മുസ്തസ്ന ഒരു മദ്ഹിന്റെ സിഫത്താണെന്നും ഉരീദ ഇഖ്റാജുഹാ മിനൽ മുസ്തസ്ന മിന്നു, മുസ്തസ്ന മിന്നുവിൽ നിന്ന് അതിനെ പുറപ്പെടുവിക്കലിനെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. വനഫീഹു അനിൽ മൗസൂഫി ലിഅന്നൽ ഇസ്തിസ്നാ മിനൽ ഇസ്ബാത്തി നഫിയാണല്ലോ. ഫൈദാ തബയ്യന വ്യക്തമായാൽ ബഅദ ദിക്രിഹി, മുസ്തസ്നാനെ പറഞ്ഞതിന് ശേഷം ബോധ്യമായി അന്നഹു ഉരീദ ഇസ്ബാത്തുഹു ലഹു, ഈ അദാത്തിന്റെ ശേഷമുള്ള മദ്ഹിന്റെ സിഫത്ത് സുബൂത്താക്കലിനെയാണ് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് വ്യക്തമായാൽ അശ്അറ ദാലിക, അത് അറിയിച്ചിട്ടുണ്ട്. അന്നഹു ലം യുംകിൻഹു നഫിയു ശൈഇൻ മിൻ സിഫാത്തിൽ മദ്ഹി, അന്നു മദ്ഹിന്റെ സിഫത്തുകൾ ഒരു ശൈഇനെയും നഫി ചെയ്യാൻ സാധ്യമല്ല. ഫയജി ഉത്തൈക്കീദ്, അബത്തൈക്കീദ് വരും. കാരണം ഇവിടെ എന്താണ് ഇഖ്റാജിന് പറ്റാത്തത്? ഇവിടെ ഒരു ഖാസാ സിഫത്താണ് മുമ്പുള്ളത്, അതിൽ നിന്ന് ഇസ്തിസ്നാവ് പറ്റൂല. അപ്പോൾ പിന്നെ അദാത്തിന്റെ ശേഷം മറ്റൊരു സിഫത്തിനെ പറഞ്ഞാൽ അത് സുബൂത്താക്കലാണ് ഉദ്ദേശം. ഇവിടെ അന അഫ്സഹുൽ അറബി, ഞാൻ അറബികളിൽ നിന്ന് ഏറ്റവും ഫസീഹായവനാണ്. ബൈദ എന്ന് പറയുമ്പോൾ എന്തോ ഒന്നിനെ പുറപ്പെടുവിക്കാനെന്ന് തോന്നിപ്പിക്കും, ഒരു മദ്ഹിന്റെ സിഫത്ത്. ആ മദ്ഹിന്റെ സിഫത്ത് ഈ മൗസൂഫിന് ഇല്ലാന്നുമാണ് തോന്നിപ്പിക്കുക. പക്ഷെ ഇവിടെ എന്താകണില്ല? മുസ്തസ്ന മിന്നൂല് കടക്കണില്ല. കടക്കാത്തത് കൊണ്ട് ഇവിടെ ഹക്കീക്കത്തിൽ എന്തില്ല? ഇഖ്റാജില്ല. അപ്പോൾ അദാത്തിന്റെ ശേഷമുള്ളത് ഈ മൗസൂഫിലേക്ക് സാബിത്താണെന്ന് വന്നു. അപ്പോൾ മദ്ഹ് തൈക്കീദ് വന്നത് അങ്ങനെയാണ്.
എന്ന് പറഞ്ഞല്ലോ. വലായുഫീദു തഅക്കീദ, തഅക്കീദിനെ ഫായിദ വെപ്പിക്കൂല. മിൻജഹത്തി അന്നഹു കദ വശൈ ബിബയ്യിനത്തിൻ. കേട്ടോ, മിൻജിഹത്തി അന്നഹു കദ വശൈ ബിബയ്യിനത്തിൻ. ഇവിടെ മദ്ഹിനെ തഅക്കീദ് ചെയ്യലിനെ ഫായിദപ്പിക്കൂല. മിൻജിഹത്തി അന്നഹു മദ്ഹ്, ആ മദ്ഹിനെ തഅക്കീദ് ചെയ്യല് ഒരു ശൈഇനെ അതിന്റെ ബയ്യിനത്ത് കൊണ്ട് വാദിക്കും പോലെയാണ് എന്ന ഭാഗത്തിലൂടെ. കാരണം എന്താണത്? ഇവിടെ മുസ്തസ്ന മിന്നൂൽ പെട്ടതാണ്, തക്ദീർ ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ വാദിക്കലിൽ ഈ അന്നഹു ആ തഅക്കീദ് ഇത് ഒരു ശൈഇനെ ബയ്യിനത്ത് കൊണ്ട് വാദിക്കും പോലെ ആണ് എന്ന ഭാഗത്തിലൂടെ തഅക്കീദ് ചെയ്യൽ മബ്നിയുൻ എടുക്കപ്പെട്ടതാണ്. അല തഅലീഖ് ബിൽ മുഹാലി, മുഹാലിനോട് ബന്ധിപ്പിക്കലിന് മേൽ. എങ്ങനത്തെ മുഹാലിനോട് ബന്ധിപ്പിക്കൽ? അൽ മബ്നിയ്യ് അല്ലേ? മുഹാലിനോട് ബന്ധിപ്പിക്കൽ എങ്ങനെയാണ്? അൽ മബ്നിയ്യ് അത് എടുക്കപ്പെട്ടതാണ്. അലാ തക്രീരിൽ ഇസ്തിസ്നായി മുത്തസില, ഇസ്തിസ്നായിനെ മുത്തസിലായിട്ട് സങ്കല്പിക്കലിന് മേൽ എടുക്കപ്പെട്ടതാണ്. അങ്ങനത്തെ എടുക്കപ്പെട്ടതാണ് ആ തഅക്കീദ് കേട്ടോ. അപ്പോ ഇസ്തിസ്നായിനെ മുത്തസിലായിട്ട് സങ്കല്പിക്കലിന് മേൽ എടുക്കപ്പെട്ടതായ മുഹാലിനോടുള്ള തഅലീഖ്, ആ തഅലീഖിന് മേൽ മബ്നിയാണ് ഒരു ശൈഇനെ തെളിവ് സഹിതം വാദിക്കൽ. അവിടെ ഒന്നാം ദർബിൽ അത് പറഞ്ഞിട്ടുണ്ട്. രണ്ട് നിലക്കാണെന്ന് പറഞ്ഞു കൊടുത്ത് മിൻജിഹത്തി അന്നഹു ഖദ വശൈഇ ബിബയ്യിനത്തിൽ അന്നഹു അല്ലക നഖീദൽ മുത്ലഖി അല്ല നഖീദൽ മത്ലൂബി ബിൽ മുഹാലി വൽ മുഅല്ലഖു ബിൽ മുഹാലി മുഹാലുൻ ഫഅദമുൽ ലൈബി മുതഹഖഖുൻ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഇവിടെ അത് പറ്റൂല. കാരണം ഇവിടെ മുസ്തസ്നാ മിന്നു ഖാസ സിഫത്തായതുകൊണ്ട് ഇവിടെ മുത്തസിലായിട്ട് തക്ദീർ ചെയ്യാൻ പറ്റൂല. മുത്തസിലായിട്ട് തക്ദീർ ചെയ്യാൻ പറ്റുന്നോടത്താണ് ഒരു ശൈഇനെ തെളിവ് സഹിതം അടവാദിക്കല്. വാദത്തിന്റെ നഖീദയെ സുബൂത്താക്കിയിട്ട് വാദത്തിന്റെ നഖീദയെ ഒരു മുഹാലിനോട് തഅലീഖാക്കല് ഇവിടെ പറ്റൂല. പിന്നെ വലിഹാദ, ഈ കാരണത്തിന് വേണ്ടി ഐ വലികൗനി തഅക്കീദി ഫി ഹാദൽ ലർബി, ഈ ലർബിലുള്ള തഅക്കീദ് ആയതിനു വേണ്ടി മിനൽ വജ്ഹിസാനി ഫഖത്ത്, രണ്ടാം വജ്ഹിൽ കൂടി മാത്രമായതിനു വേണ്ടി കാനൽ ലർബുൽ അവ്വലു അൽ മുഫീദു ലിത്തഅക്കീദി മിൻ വജ്ഹൈനി, ഒന്നാമത്തെ ലർബായി. എങ്ങനത്തെ ഒന്നാമത്തെ ലർബ്? തഅക്കീദിനെ ഫായിദപ്പിക്കുന്നത് രണ്ട് വജ്ഹിലൂടെ അഫ്ളലായി കേട്ടോ. പിന്നെ ഒമിൻഹു, ഈ മറ്റൊരു വിഷയമാണ് ഒമിൻഹു. ഒമിൻഹു ഐ മിൻ തഅക്കീദിൽ മദ്ഹി ബിമാ യശ്ബഹുൽ ദമ്മ, ദമ്മിനോട് ശബഹുള്ള ഒന്നുകൊണ്ട് മദ്ഹിനെ തഅക്കീദ് ചെയ്യുന്നതിൽ പെട്ടാണ് ലർബുൻ ആഖറു, മറ്റൊരു ലർബ്. ഹുവ ആ യുത്താബി മുസ്തസനൻ, ഒരു മുസ്തസനാണ് കൊണ്ടുവരാം. ഫീഹി, അതിലുണ്ട് മഅനൽ മദ്ഹി, മദ്ഹിന്റെ മഅനയുണ്ട്. അങ്ങനത്തെ ഒരു മുസ്തസനാണ് കൊണ്ടുവരാം. മഅമൂലൻ ലിൽ ഫീലി, ഒരു ഫീലിന്റെ മഅമൂലായിട്ട്. ഫീഹി, ആ ഫീലിനുണ്ട് മഅന ദംബി, ദംബിന്റെ മഅനുണ്ട്. അപ്പൊ ദംബിന്റെ മഅനയുള്ള ഒരു ഫീലിന്റെ മഅമൂലായിട്ട് മഅമൂലായ നിലയിൽ മദ്ഹിന്റെ മഅനയുള്ള ഒരു മുസ്തസനാണ് കൊണ്ടുവരിക. നഹ്വു വമാ തൻഖിമു മിന്നാ ഇല്ലാ അൻ നാമന്നാ ബിആയാതി റബ്ബിനാ. വമാ തൻഖിമു മിന്നാ, നീ ഞങ്ങളെ കുറ്റം പറയുന്നില്ല. അപ്പോ ദമ്മിന്റെ മായനയുള്ള ഫീലാണ് വമാ തൻഖിമു, നീ ഞങ്ങളെ കുറ്റം പറയുന്നില്ല. ഇല്ലാ അൻ നാമന്നാ ബിആയാതി റബ്ബിനാ, ഞങ്ങളുടെ റബ്ബിന്റെ ആയത്തുകളെ ഞങ്ങൾ വിശ്വസിച്ചു എന്നതിനെ ഒഴികേന. അപ്പോ ഇല്ലാ നാമന്ന, ഈ വിശ്വസിക്കല് അതാണെന്ത്? മദ്ഹിന്റെ മായനയുള്ള മുസ്തസന. ആ മദ്ഹിന്റെ മായനയുള്ള മുസ്തസനയായ ഇല്ലാ നാമന്ന എന്നതിനെ അത് ഫീലിന്റെ ഒരു ദമ്മിന്റെ മായനയുള്ള ഫീലിന്റെ മഅമൂലായിട്ട് കൊണ്ടുവന്നു. ഒമാ തൻഖീമു, അതാണ് ദമ്മിന്റെ മായനയുള്ള ഫീല്. ഐ മാ തഈബു മിന്ന,
ഞങ്ങൾക്കിനി കുറ്റം കാണുന്നില്ല. ഇല്ല അസുലൽ മനാക്കിബി വൽ മഫാഹിരി. ഇല്ല അസുലൽ മനാക്കിബി വൽ മഫാഹിരി. പുണ്യങ്ങളുടെയും ബഹുമതികളുടെയും അസിലിനെ അല്ലാതെ. ഇല്ല അസുലൽ മനാക്കിബ് വൽ മഫാഹിരി വഹുവൽ ഈമാനു. ആ അസുലുൽ മനാക്കിബ് ഈമാനാണ്. അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു എന്നതിനെ അല്ലാതെ. മനസ്സിലായില്ലേ? യുക്കാലു നക്കമ മിന്നു വന്തക്കമ എന്നൊക്കെ പറയും. ഇതാ ആബഹു വ കരിഹു വഹുവ. ഈ ലർബ് ലർബി ലവലി ഒന്നാമത്തെ ലർബ് പോലെയാണ്. ഫിഫാദത്തിൽ തൈക്കീദിനെ ഫാദിപ്പിക്കുന്നതിൽ മിൻ വജിഹനി രണ്ട് ജിഹത്തിലൂടെ. രണ്ട് ജിഹത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ഷെയ്നെ ബയ്യിനത്ത് തെളിവ് സഹിതം വാദിക്കും പോലെയാണ്. കാരണം എന്താ? നീ ഞങ്ങൾക്ക് കുറ്റം കാണുന്നില്ല, ഞങ്ങൾ വിശ്വസിക്കലിനെ ഒഴികെ. അപ്പോൾ വിശ്വസിക്കൽ ഒരു കുറ്റമാണെങ്കിൽ അത് കുറ്റം ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഈമാൻ ഐബ അവര് മുഹാലാണ്. അപ്പോൾ കുറ്റം ഞങ്ങൾക്ക് ഒരു കുറ്റം ഉണ്ടാകലും മുഹാലാണ്. അപ്പോൾ ഒന്നാം ജിഹത്ത് ഒരു ജിഹത്ത് അതാണ്. അപ്പോൾ എന്തായി? അവിടെ മത്തുലൂബിന്റെ നക്കീലയെ ഒരു മുഹാലിനോട് ബന്ധിപ്പിച്ചു. മത്തുലൂബ് എന്താണ്? ഞങ്ങൾ കുറ്റവാളികളല്ലാന്ന. അത് ഞങ്ങൾ കുറ്റവാളി, ഞങ്ങളുടെ ഈമാൻ ഒരു കുറ്റമാണെങ്കിൽ ആ കുറ്റം ഞങ്ങൾക്കുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് കുറ്റമുണ്ട് എന്ന് പറഞ്ഞത് ഒരു മുഹാലിനോട് ബന്ധിപ്പിച്ചു. അതായത് ഈമാൻ ഒരു കുറ്റമാണെങ്കിൽ ഞങ്ങൾക്ക് കുറ്റമുണ്ട്, ഈമാൻ ഒരു കുറ്റമല്ല, അപ്പൊ ഞങ്ങൾക്ക് കുറ്റമില്ല. ഒന്നാമത് തെളിവ് സഹിതം. രണ്ടാമത്തെ എന്താണ്? നീ ഞങ്ങൾക്ക് കുറ്റം കാണുന്നില്ല, ഇല്ല എന്ന് പറയുമ്പോൾ എന്തോ ഒരു കുറ്റമുണ്ട് എന്ന് പറയുന്നതാണ് തോന്നിപ്പിക്കുക. ഒരു കുറ്റം കാണാത്തത് കൊണ്ട് മദ്ഹിനെയാണ് എന്തായത് ഇസ്തിസ്ന ചെയ്തത്. അപ്പോൾ ഇസ്തിസ്ന മുങ്കത്തിയായി. ഈമാൻ എന്തെല്ലാം കുറ്റത്തിൽപ്പെട്ടതല്ലോ. അപ്പോൾ ഇസ്തിസ്ന മുങ്കത്തി ആയതുകൊണ്ട് രണ്ട് ജിഹത്തിലൂടെ ഇവിടുത്തെ ഇതിനെ ഫായിദപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി വല്ലിസ്തിദ്റാഖു അല്ലേ, അവിടെ കേട്ടെ. വല്ലിസ്തിദ്റാഖുൽ മഫ്ഹൂമു മിൻ ലഫ്ലി ലാക്കിൻ. ലാക്കിൻ എന്ന ലഫ്ലിൽ നിന്ന് മനസ്സിലാക്കപ്പെട്ട ഇസ്തിദ്റാഖ്, അതായത് ലാക്കിൻ എന്ന ലഫ്ലിന്റെ മദ്ലൂലായ ഇസ്തിദ്റാഖ്. മദ്ലൂല് മഫ്ഹൂം ഒക്കെ ഒന്ന് തന്നെയാണ്. ഫീ ഹാദൽ ബാബി ഐ ബാബി തഅക്കീദിൽ മദ്ഹി ബിമാ യശ്ബഹു ദമ്മ. ദമ്മിനോട് ശബഹുള്ള ഒന്നുകൊണ്ട് മദ്ഹിനെ തഅക്കീദ് ചെയ്യുന്ന ബാബില് കൽ ഇസ്തിസ്നാഇ ഇസ്തിസ്നാ പോലെയാണ്. ദുസൂക്കി 4 ഖൗലുഹു കൽ ഇസ്തിസ്നാഇ ഐ ഫി ഇഫാദത്തിൽ മുറാദിനെ ഫായിദപ്പിക്കുന്നതിൽ. എന്താ മുറാദ്? വഹുവ തഅക്കീദു ശൈഇ ബിമാ യശ്ബഹു നഖീലുഹു. ഒരു ഷൈഇനെ അതിന്റെ നഖീലയോട് ശബഹുള്ള ഒന്നുകൊണ്ട് തഅക്കീദ് ചെയ്യാം. അതാണ് മദ്ഹിനെ ദമ്മിനോട് ശബഹുള്ള ഒന്നുകൊണ്ട് തഅക്കീദ് ചെയ്യുക. ഇനി പറയാൻ പോകുന്നുണ്ട് ദമ്മിനെ മദ്ഹിനോട് ശബഹുള്ള ഒന്നുകൊണ്ട് തഅക്കീദ് ചെയ്യുക. അത് പറയാനും പോകുന്നുണ്ട് കേട്ടോ. അതാണ് മുറാദ്. വഹീനൈൻ ഫയുറാദു ബിൽ ഇസ്തിസ്നാഇൽ മദ്കൂരി ഫീ തഅരീഫിൽ ലർബൈനി തഅക്കീദുൽ മദ്ഹ് ബിമാ യശ്ബഹു ദമ്മ എന്ന ബാബിലെ രണ്ട് ലെർബിന്റെ തൈരീഫിലും പറയപ്പെട്ട ഇസ്തിസ്നാവ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടും മാ യഉമ്മുൽ ഇസ്തിദ്റാഖ, ഇസ്തിദ്റാഖിനെ ഉൾപ്പെടുത്തുന്ന ഒന്ന്. വഇന്നമാ കാനൽ ഇസ്തിദ്റാഖു കൽ ഇസ്തിസ്നായി. ഇസ്തിദ്റാഖ് ഇസ്തിസ്നാവ് പോലെയായത് ഫി ഹാദൽ ബാബി ലിഅന്നഹുമാ ഇസ്തിസ്നാ എന്ന ലഫ്ളും ഇസ്തിദ്റാഖ് എന്ന ലഫ്ളും മിൻ വാദിൻ വാഹിദിൻ. ആ രണ്ട് പദങ്ങൾക്കും ഒരേ അർത്ഥവും ഒരേ ശബ്ദവുമാണ് ഉള്ളത്. കാരണം ലിഅന്നഹുമാ മിൻ വാദിൻ വാഹിദിൻ, ഒരേ ശബ്ദമാണ് രണ്ടിനുള്ളത്. ഇത് കുല്ലും മിന്നുമാലി ഇഖ്റാജി മാഹുവാ ബി സദദി ദുഹൂരി വഹുമന്നഹു ഹഖീഖത്തൻ. ദുഹൂലിന്റെ വഴിയിലുള്ള ഒന്നിനെ ഇഖ്റാജ് ചെയ്യാം.
മറ്റൊന്നിൽ കടന്നു എന്ന് കടന്ന ഒന്നിനെ, അത് വഹുമൻ ഔ ഹക്കീക്കത്തൻ, വഹുമിൽ ഇത് മറ്റതിൽ ദാഖിലാണ്, അല്ലെ ഹക്കീക്കത്തിൽ ഇത് മറ്റതിൽ ദാഖിലാണ്, അങ്ങനത്തെ ഒന്നിനെ ഇഖ്റാജ് ചെയ്യാനാ. അതായത് മറ്റൊന്നിൽ നിന്ന് ഒരു വസ്തുവിനെ ഇഖ്റാജ് ചെയ്യാൻ. ഇത് അതിൽ ദാഖിലാണെന്ന് വഹുമൻ നിലക്കോ ഹക്കീക്കത്ത് നിലക്കോ ഇത് അതിൽ ദാഖിലാണ്, ഒരു ഷെയ് മറ്റൊരു ഷെയ്യിൽ മറ്റൊന്നിൽ ദാഖിലാണ്, അതിൽ ഇഖ്റാജ് ചെയ്യാം. ഫഇന്നക ഇദാ ഖുൽത ഫിൽ ഇസ്തിദ്റാക്കി സയ്യിദുൻ ശുജാഉൻ ലാകിന്നഹു ബഖീൽ, സയ്യിദ് ശുജാഇയാണ് എങ്കിലും അവൻ ബഖീലാണ്. അപ്പം എന്താ, സയ്യിദ് ശുജാഇയാണെന്ന് പറയുമ്പോൾ ഈഹാമുണ്ട്, അവനൊരു കരീമാണ്. അപ്പോ കറാമത്തിന് അവനിൽ നിന്ന് ഇഖ്റാജ് ചെയ്യാൻ. ലാകിന്നഹു ബഖീലുൻ ഫവലി ഇഖ്റാജി മാ യുതവഹമു സുബൂതുഹു മിന ശജാഅത്തി, ശജാഅത്തിനാൽ സുബൂത്താക്കപ്പെടാ ഒന്നിനെ ഇഖ്റാജ് ചെയ്യാനാ. യുതവഹമു സുബൂത്തു, ആ ഒന്ന് സാബിത്താണെന്ന് തോന്നും. മിന ശജാഅത്തി, ശജാഅത്തിനാൽ സാബിത്താണെന്ന് തോന്നുന്ന ഒന്നിനെ ഇഖ്റാജ് ചെയ്യാം. ശജാഅത്തിനാൽ സാബിത്താണെന്ന് തോന്നുന്ന ഒന്നാണ് കറമ്, അതിനെ ഇഖ്റാജ് ചെയ്യാം. അന്ന ശജാഅത്ത തുലായിമുൽ കറമ, കാരണം ശജാഅത്ത് കറമിനോട് മുലാമത്തുണ്ട്. അപ്പോൾ ശുജാഇയാണെന്ന് പറയുമ്പോൾ അവൻ കരീമാണെന്നും തോന്നിപ്പോകും, അതില്ല. അപ്പോ ആ തോന്നലിനെ അവൻ കറമിനെ ഇഖ്റാജ് ചെയ്തു, അല്ലാതെ ശജാഅത്തിൽ കറമ് പെട്ടിട്ടല്ല. അപ്പോൾ ഇസ്തിസ്നാ മുത്തസിലാവുമല്ലോ. ശജാഅത്ത് അവൻ ശുജാഇയാണെന്ന് പറയുമ്പോൾ കരീമാണെന്ന് തോന്നും. അവൻ ആക്കിന്നഹു ബഖീലുൻ, അവൻ കരീമല്ലാന്ന് കിട്ടിയല്ലോ. കമാ അന്നക ഇദാ ഖുൽത ഫിൽ ഇസ്തിസ്നാഇ ജാഅൽ ഖൗമു ഇല്ലാ സയ്യിദൻ, ഖൗമ് വന്നു സെയ്ദൊഴികെ. അപ്പോൾ ഖൗമ് വന്നതിൽ സെയ്ദും ഹക്കീക്കത്തിൽ വന്നു എന്നാണല്ലോ അതിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ വന്നിട്ടില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇസ്തിസ്നാ ഉള്ളത് എന്നതുപോലെ. അതാണ് ഇസ്തിസ്നാം ഇസ്തിദ്റാക്കും ഒരേ സദദിലാണെന്ന് പറഞ്ഞത്. ഓട്ടെ, പിന്നെ കമാഫി കൗലിഹി ശിറുൻ ഹുവൽ ബദുറു ഇല്ലാ അന്നഹുൽ ബഹ്റു സാഹിറ സിവാ അന്നഹുൽ ലിർഗാമു ലാകിന്നഹുൽ വബുലു. ഹുവ അദ്ദേഹം, ആര്? ഈ ബൈത്ത് അബുൽ ഫദ്ൽ ബദീഉസ്സമാനുൽ ഹമദാനി എന്ന ആൾ ചൊല്ലിയതാണ്. ഖലഫ് ബിൻ അഹമ്മദ് സിജിസ്താനിയെ മദ്ഹ് ചെയ്തിട്ട്. ഹുവ, ഈ ഖലഫ് ബിൻ അഹമ്മദ് സിജിസ്താനി അൽ ബദറു ചന്ദ്രനാണ്. ഇല്ലാ അന്നഹുൽ ബഹ്റു, അദ്ദേഹം ഒരു സമുദ്രമാണ് എന്നതൊഴികെ. എന്നുവെച്ചാൽ അദ്ദേഹം സമുദ്രവുമാണ്, ബഹ്റാണ്. ബഹ്റാനെന്ന് പറഞ്ഞാൽ സമുദ്ര തുല്യമായ ധർമ്മിഷ്ഠനാണ്. അത് രണ്ടാമത്തൊരു മദ്ഹ. ജാഹിറൻ, ആ സമുദ്രം തന്നെ നിറഞ്ഞൊഴുകുന്നതായ നിലയിൽ. അപ്പോൾ നിറഞ്ഞൊഴുകുന്ന സമുദ്രമാണ്, ധാരാളം ധർമ്മം ചെയ്യുന്ന ആളാണ് എന്നർത്ഥം. ആ സമുദ്രം തന്നെ ബഹിറിലുള്ള ലമീറിൽ നിന്ന് ഹാല, ബഹിർ ജവാദിന്റെ മാനാക്കാണ്. ധർമ്മിഷ്ഠനാണ് ആ ധർമ്മിഷ്ഠൻ. അപ്പൊ ധർമ്മിഷ്ഠൻ എന്ന ജവാദിനെ ബഹിറിനോട് തുല്യമാക്കി, അപ്പൊ സമുദ്രമായി. ആ സമുദ്രം തന്നെ നിറഞ്ഞൊഴുകുന്നതായ നിലയിൽ. സാഹിറൻ എന്നുള്ളത് ബഹിറിൽ നിന്ന്, ബഹിറിലുള്ള ലമീറിൽ നിന്ന് ഹാല്. അത് ബഹ്റു ഖബറാണല്ലോ. അത് ഖബറാൻ കാരണം എന്താണ്? അത് മുസ്തഖിന്റെ മൈനാക്കാണ്. അതുകൊണ്ടാണ് എന്തായത്, അത് ഖബറായത്. ശിവ അന്നഹുൽ ഇർഹാമു, അദ്ദേഹം ഒരു പുലിയാണ് എന്നതൊഴികെയും. അപ്പൊ പുലിയുമാണ്. ഇപ്പൊ എന്തായി? ഖലഫ് ബിൻ അഹമ്മദ് സലഫ് സിജിസ്താനി ബദറാണ്, ബഹറാണ്, പുലിയാണ്. ലാകിന്നഹുൽ വബുലു, എങ്കിലും അദ്ദേഹം ആരാണ്? അധികരിച്ച മഴയുമാണ്. ധാരാളം ധർമ്മം ചെയ്യുന്ന ആള് എന്നാ പോയി പറഞ്ഞതിന്റെ അർത്ഥം. ഫഖൗലുഹു ഇല്ലാ വസിവ, ഇല്ലയും ശിവയും ഇസ്തിസ്നാ ആണ്. മിസ്ല ബൈദ അന്നി, മിസ്ലു ബൈദ അന്നി മിൻ ഖുറൈശിൻ പോലെ. ഞാൻ അറബികളിൽ നിന്ന് ഏറ്റവും സാഹിത്യമുള്ള ആളാണ്.
അതിനും പുറമെ ഞാൻ ഖുറൈശിയാണ് എന്ന് പറഞ്ഞ മാതിരിയായിപ്പത്. ഇസ്തിസ്ന മുങ്കത്തിയാണല്ലോ. ഇവിടെ മുത്തസിലായിട്ട് സങ്കല്പിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. കാരണം ഇസ്തിസ്നാ ചെയ്യണമെങ്കിൽ മുസ്തസ്നാമിന്നു ആമാവണ്ടേ. ഇത് ഓരോരോ ഖാസായ സിഫത്തുകളാണ്. പിന്നെ വൈദാന്യ ഖുറൈശിയും പോലെ. അപ്പോൾ രണ്ടാമത്തെ വെറുബിലാണ് ഇത് ഉൾപ്പെടുക. വഖൗലുഹു ലാക്കിന്നഹു ഇസ്തിദ്റാഖാണ് യുഫീദു ഫായിദത്തൽ ഇസ്തിസ്നാഇ ഫി ഹാദൽ വെർബി. ഈ രണ്ടാം വെർബിൽ ഇസ്തിസ്നാഇന്റെ ഫായിദയെ ഫായിദപ്പിക്കും. കാരണം ഈ അന്ന ഇല്ല ഫിൽ ഇസ്തിസ്നാഇൽ മുങ്കത്തി ബിമാന ലാക്കിൻ. ഇസ്തിസ്നാ മുങ്കത്തിയിൽ ഇല്ല, ലാക്കിന്റെ മഅനാക്കാണ്. ഒമിന്നായി മിനൽ മഅനവിയ്യി തൈക്കീദു ദമ്മി ബിമാ യശ്ബഹുൽ മദ്ഹ. മദ്ഹിനോട് ശബഹുള്ള ഒന്നുകൊണ്ട് ദമ്മിനെ തൈക്കീദ് ചെയ്യൽ മഅനവിയായ മുഅ്സിനാത്തിൽപ്പെട്ടതാണ്. വഹുവൽ ഇർബാനി, അത് രണ്ട് ദർബാണ്. ഏത്? ഈ തൈക്കീദു ദമ്മു ബിമാ യശ്ബഹുൽ മദ്ഹ, അത് രണ്ട് ദർബാണ്. ഏതുപോലെ? തൈക്കീദുൽ മദ്ഹ് ബിമാ യശ്ബഹു ദമ്മ് രണ്ട് ദർബായതുപോലെ തൈക്കീദു ദമ്മും ബിമാ യശ്ബഹുൽ മദ്ഹ രണ്ട് ദർബാണ്. അഹദുമാ യുസ്തസ്നാ മിൻ സിഫത്തി മദ്ഹിൻ മൻഫിയത്തിൻ അനി ശൈഇ, ഒരു ശൈഇനെ തൊട്ട് നഫി ചെയ്യപ്പെട്ടതായ മദ്ഹിന്റെ സിഫത്തിൽ നിന്ന് ഇസ്തിസ്നാ ചെയ്യപ്പെടലാണ് സിഫത്തു ദമ്മിൻ, ദമ്മിന്റെ സിഫത്തിനെ. ബി തക്ദീരി ദുഹൂലിഹാ, ഈ സിഫത്തിൻ ദമ്മി, ദമ്മിന്റെ സിഫത്ത് ദാഖിലാണെന്ന സങ്കല്പപ്രകാരം ഫീ സിഫത്തിൽ മദ്ഹി, മദ്ഹിന്റെ സിഫത്തിൽ. നേരത്തെ ഒന്നാം മദ്ഹിനെ തൈക്കീദ് ചെയ്യുന്നതിലും രണ്ട് വെർബ് എന്ന് പറഞ്ഞത് ഒന്നാമത്തെ വെർബാണല്ലോ. അതിന്റെ നേരെ അക്സാണിത്. കൗലിക്കാൻ ഇന്റെ വാക്കുപോലെ ഫുലാനും ഫുലാനാവുന്നില്ല ഹൈറഫി, അവനിൽ ഹൈറയില്ല, ഒരു ഹൈറുമില്ല. ഇല്ല അന്നഹു യുസീഉ ഇലാ മൻ അഹ്സന ഇലൈഹി, ആ ഫുലാനിന് നന്മ ചെയ്യുന്നവരെ ഈ ഫുലാൻ ഉപദ്രവിക്കും എന്നതൊഴികേന. അപ്പോൾ ഒരു ഹൈറുമില്ല എന്ന് പറഞ്ഞാൽ ഈ മദ്ഹിന്റെ സിഫത്തിനെ ആ ഫുലാൻ തൊട്ട് നഫി ചെയ്തു കേട്ടോ. എന്ത്? അതിൽ നിന്ന് ഒരു മദ്ഹിന്റെ സിഫത്തിനെ ഇസ്തിസ്നാ ചെയ്തിരിക്കുകയാണ്. അല്ല, ഒരു സിഫത്തി മദ്ഹിൻ സിഫത്തു ദമ്മിൻ, ഒരു ദമ്മിന്റെ സിഫത്തിനെ ഇസ്തിസ്നാ ചെയ്തു. സോറി, മദ്ഹിന്റെ സിഫത്തല്ല, ദമ്മിന്റെ സിഫത്തിനെ ഇസ്തിസ്നാ ചെയ്തു. അങ്ങനെയാണ് പറഞ്ഞത്. സിഫത്തു ദമ്മിന്ന, ഒരു ദമ്മിന്റെ സിഫത്തിനെ ഇസ്തിസ്നാ ചെയ്തു. ഗുണം ചെയ്യുന്നവരെ ഉപദ്രവിക്കൽ ദമ്മിന്റെ സിഫത്താണല്ലോ. ഇല്ലാഹു യുസീഉ ഇലാ മൻ അഹ്സന ഇലൈഹി, ദമ്മിന്റെ സിഫത്തിനെ ഇസ്തിസ്നാ ചെയ്തു. ഒരു ഖൈറുമില്ല. എന്നിട്ട് ആ ഖൈറിൽ നിന്ന് ദമ്മിന്റെ സിഫത്തിനെ ഇസ്തിസ്നാ ചെയ്തത്. നന്മ ചെയ്യുന്നവരെ ഉപദ്രവിക്കൽ എന്ന് ദമ്മിന്റെ സിഫത്തല്ലേ. അത് ഈ ഖൈറ് എന്ന മദ്ഹിന്റെ സിഫത്തിൽ ഈ ദമ്മിന്റെ സിഫത്ത് ദാഖിലാണെന്ന തക്ദീർ പ്രകാരം. അപ്പൊ എന്തായി? ഇവിടെ രണ്ട് ജിഹത്തിലൂടെ തൈക്കീതുണ്ട്. ഒന്നാമത്തെ ജിഹത്ത് എന്താണ്? ഒന്നാമത്തെ ജിഹത്ത് ഈ ഗുണം ചെയ്യുന്നവരെ ഉപദ്രവിക്കൽ എന്നത് മുഹാലാണ്. ഇവിടെ എന്താണ് ഈ ഉദാഹരണത്തിലുള്ളത്? ഇവിടുത്തെ മത്ലൂബ് ഇയാളിൽ ഖൈറില്ല എന്നുള്ളതാ. ആ മത്ലൂബിന്റെ നക്കീലയെ ഒരു മുഹാലിനോട് ബന്ധിപ്പിച്ചു. മദ്ഹിന്റെ അവിടെ മത്ലൂബിന്റെ നക്കീലയെ ഒരു മുഹാലിനോട് ബന്ധിപ്പിച്ചു എന്ന് പറഞ്ഞല്ലേ നമ്മൾ. എന്നതുപോലെ ഇവിടെയും മത്ലൂബിന്റെ നക്കീലയെ ഒരു മുഹാലിനോട് ബന്ധിപ്പിച്ചു. എന്താ മത്ലൂബ്? എന്താണ്? ഖൈറില്ല എന്നുള്ളതാ. അതിന്റെ നക്കീൽ എന്താണ്? ഖൈറുണ്ട് എന്നുള്ളതാ. അതൊരു മുഹാലിനോട് ബന്ധിപ്പിച്ചു. ഖൈറുണ്ട് എങ്ങനെയത്? ഗുണം ചെയ്യുന്നവരെ ദ്രോഹിക്കൽ ഖൈറാണെങ്കിൽ അവനിക്ക് ഖൈറുണ്ട്. കണ്ടോ? ഖൈറില്ല, ഗുണം ചെയ്യുന്നവരെ ദ്രോഹിക്കൽ എന്നതൊഴികെ. അപ്പൊ ഗുണം ചെയ്യുന്നവരെ ദ്രോഹിക്കൽ ഖൈറാണെങ്കിൽ ഖൈറുണ്ട് എന്നാ. അപ്പൊ ഖൈറുണ്ട് എന്നതിനെ ഒരു മുഹാലിനോട് ബന്ധിപ്പിച്ചു. മുഹാൽ എന്താണ്? ഗുണം ചെയ്യുന്നവരെ ഉപദ്രവിക്കൽ മുഹാലാണല്ലോ.
അപ്പോൾ ഗുണം ചെയ്യുന്നവരെ ഉപദ്രവിക്കൽ ഹൈറാണെങ്കിൽ ഹൈറുണ്ട് എന്നാ. ഗുണം ചെയ്യുന്നവരെ ഉപദ്രവിക്കൽ ഹൈറാവലും മുഹാലാണ്, അപ്പോൾ ഹൈറുണ്ടാവലും മുഹാലാണ് എന്ന് വന്നല്ലോ. അപ്പോൾ മത്ലൂബ് ഹൈറില്ല എന്നുള്ളതാണ്. അതിനൊരു മുഹാലിനോട് ബന്ധിപ്പിച്ചു. മുഹാല എന്താ? ഗുണം ചെയ്യുന്നവരെ ഉപദ്രവിക്കൽ ഹൈറാവല്, അത് മുഹാലാണ്. അപ്പോൾ അതിനോട് ബന്ധിപ്പിക്കപ്പെട്ട ഹൈറുണ്ട് എന്നതും മുഹാലായി. ഹൈറുണ്ടാവൽ മുഹാലാകുമ്പോൾ ഹൈറില്ലാതിരിക്കൽ ഉറപ്പായി. അങ്ങനെയാണ്. അപ്പോൾ സാനീമാ രണ്ടാമത്തത് അന്തുസുബത്തലി ഷെയ്യൂർ ഷെയ്യിനിക്ക് സുബൂത്താക്കലാണ് സിബത്തു തമ്മിൻ്റെ സിബത്തിനെ. അപ്പം ആദ്യം പറഞ്ഞു കൊടുത്ത് രണ്ട് ജിഹത്തിലൂടെ എന്തുണ്ട് അവിടെ ദമ്മിനെ തേക്ക് ചെയ്യുന്നത്. ഒന്നാം ജിഹത്തപ്പോൾ നമ്മൾ പറഞ്ഞു. രണ്ടാം ജിഹത്ത് എന്താ? ഹൈറില്ല എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഹൈർ ഇല്ല എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഹൈറുണ്ട് എന്നാ പിന്നെ പറയുന്നു തോന്നിപ്പിക്കും. പക്ഷെ ഒരു ഹൈറിനെ വിശ്വസന ചെയ്യാൻ എന്താ ഹൈറില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഹൈറില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇല്ല, അതിൻ്റെ ശേഷം ഇല്ല എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഹൈറിനെ വിശ്വസന ചെയ്യലിനെ തോന്നിപ്പിക്കണം. ഒരു ഹൈറിനെ വിശ്വസന ചെയ്യാൻ കിട്ടിയില്ല, അപ്പൊ ദമ്മിനെ വിശ്വസന ചെയ്തു. അപ്പൊ വിശ്വസ മുങ്കത്തിയാകുമ്പോൾ പിന്നെന്താണ്? ഒരു ഇഹ്റാജ് അവിടെ ഇല്ലല്ലോ. അപ്പോ ദമ്മിനെ വിശ്വസന ചെയ്തപ്പോൾ ആ ദമ്മിനെയും എന്തായി? ഈ ഫുലാനിക്ക് സാബിത്താക്കി. അയാൾ ഉപദ്രവിക്കുന്ന ആളാണ്, ഹൈറില്ല. അതിനും പുറമെ അയാൾ ഗുണം ചെയ്യുന്നവരെ ഉപദ്രവിക്കുന്ന ആളാണ്. ഉപദ്രവിക്കുമ്പോൾ പിന്നെ ഹൈറില്ലാന്ന് ഉറപ്പല്ലേ. പിന്നെ വസാനീമ രണ്ടാമത്താം തുസുബത്തലി ഷെയ്യുൽ ഷെയ്യിനിക്ക് സുബൂത്താക്കലാണ് സിബത്തു ദമ്മിൻ്റെ സിബത്തിനെ. എന്നിട്ട് അക്കബ ഉടനെ പറയലുമാണ് ബി അദാത്തിൽ ഇസ്തിസ്നാഇന്റെ അദാത്തിനെ തെലീഹ. ആ ഇസ്തിസ്നാഇന്റെ അദാത്തിനോടടുക്കും സിബത്തു ദമ്മിൻ്റെ സിബത്ത് ഉഖ്റ, വേറൊരു ദമ്മിൻ്റെ സിബത്ത് ലഹു ആ ഷെയ്യിനിക്കുള്ള കൗലിക്ക ഫുലാനും ഫാസിഖുൻ, ഫുലാൻ ഫാസിഖാണ്. അപ്പൊ ഫിസ്കിനെ എന്തായി? ഒരു ഷെയ്യിനിക്ക് സുബൂത്താക്കി. ഇല്ല അന്നഹു ജാഹിലുൻ, അതിനും പുറമെ അയാൾ ജാഹിലാണ്. ഇവിടെ ഫാസിഖിൽ നിന്ന് ജാഹിലിനെ ഇസ്തിസ്നാ ചെയ്യുന്നത് മുത്തസിലായിട്ട് സങ്കല്പിക്കാൻ പറ്റൂല. ഫാസിഖ് ഒരു ഖാസാ സിഫത്താണ്, ഫിസ്കിൽ കടുന്നതല്ല ജഹില്. അപ്പോൾ ഇവിടെ മുത്തസിലായിട്ട് സങ്കല്പിക്കാൻ പറ്റൂല. അപ്പോൾ ഇവിടെ ഒരു ജിഹത്തിലൂടെ ദമ്മിനെ തെക്കിതിയിൽ വരുന്നുള്ളൂ. എന്താ? ഫാസിഖാണ്, ഇല്ല ഫാസിഖാണ്, ഫുലാൻ ഫാസിഖാണ് ഇല്ല എന്ന് പറയുമ്പോൾ എന്തോ ഒരു നല്ല കാര്യത്തിന് അയാൾക്ക് സുബൂത്താക്കാനാണ് ഇവിടെ തോന്നുക. പക്ഷെ ഒരു നല്ല കാര്യത്തിന് ഇസ്തിസ്നാ ചെയ്യാൻ കിട്ടിയില്ല. അപ്പൊ ദമ്മിനെ ഇസ്തിസ്നാ ചെയ്തു. അപ്പൊ ഇസ്തിസ്നാ മുങ്കത്തിയാകുമ്പോൾ ഇവിടെ സുബൂത്താക്കലാണ് വന്നത്. ഫുലാൻ ഫാസിഖാണ്, ഇല്ല അന്നഹു ജാഹിലും, അതിനും പുറമെ ജാഹിലാണ് കേട്ടോ. ഇവിടെ ഈ ജഹാലത്തിനെ ഫിസ്കിൽ നിന്ന് ഇസ്തിസ്നാ ചെയ്യാൻ മുത്തസിലായിട്ട് സങ്കല്പിക്കാൻ പറ്റൂല. ഫിസ്ക് ഒരു ഖാസാ സിഫത്താണ്, ജഹലും ഒരു ഖാസാ സിഫത്താണ്. അപ്പോൾ ഒരു മുഹാലിനോട് തഅലീഖാക്കൽ ഇവിടെ ഇല്ല, ഒന്നാം ദർബിലുള്ളതുപോലെ. പിന്നെ ഇവിടെ ഉള്ളത് എന്താണ്? ഫുലാൻ ഫാസിഖാണെന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയുന്നത് തോന്നിപ്പിക്കും. എന്തിനെ? മറ്റോർത്ത് പറഞ്ഞ മാതിരിയെ ഒരു ഈഹാം, ഒരു തോന്നിപ്പിക്കൽ ഉണ്ടാവും കേട്ടോ. എന്താ? മുമ്പുള്ളതിൽ നിന്ന് എന്തോ ഒരു ഷെയ്യിനെ ഇസ്തിസ്നാ ചെയ്യലിനെ തോന്നിപ്പിക്കും. പക്ഷെ ഒന്നിനെ ഇസ്തിസ്നാ ചെയ്യാൻ കിട്ടുന്നില്ല, കാരണം ഒരു ഖാസാ സിഫത്താണല്ലോ. അപ്പൊ എന്തായി? ഒരു അതായത് ഒരു മദ്ഹിന്റെ സിഫത്തിനെയാണ് ഇസ്തിസ്നാ ചെയ്യേണ്ടത്, അത് കിട്ടിയില്ല. അപ്പോൾ ദമ്മിന്റെ സിഫത്തിനെ അത് സുബൂത്താക്കിയിട്ട് ഇസ്തിസ്നാ ചെയ്യാൻ പറ്റാത്തതുമാണ്. ഇസ്തിസ്നാ ഇഖ്റാജിന് പറ്റൂലെങ്കിൽ പിന്നെ ഇവിടെ സുബൂത്ത് തന്നെയാണല്ലോ. അതാണ് ഫല്ലറുബുൽ അവ്വലു യുഫീദു തഅക്കീദ മിൻ വജ്ഹൈനി വസ്സാനി മിൻ വജ്ഹിൻ വാഹിദിൻ വതഹ്ഖീഖു മാ, ഇത് രണ്ടിന്റെയും തഹ്ഖീഖ് അലാ ഖിയാസി മാ മർറ ഫി തഅക്കീദിൽ മദ്ഹി ബിമാ യശ്ബഹു ദമ്മ, ദമ്മിനോട് ശുബഹുള്ള ഒന്നുകൊണ്ട് മദ്ഹിനെ തഅക്കീദ് ചെയ്യുന്നതിൽ
പറഞ്ഞു വന്നതിനോട് കിയാസാക്കലിന്റെ മേലിലാണ് ഇത് രണ്ടിനെയും തഹ്ഖീഖ്. ഇനി മറ്റൊരു വിഷയമാണ് മുഖ്തസർ 319 പേജ് 482. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി في إله المعاني ونور قلوبنا بلوامع التبيان بمطالع المصاني ونصلي على نبيك محمد المؤيد دلائل إعجازه بأسرار البلاغة وعلى آله وأصحابه المحرزين قصبات سبق في مضمار الفصاحة والبراعة. ومنه الاستتباع وهو المدح بشيء على وجه يستتبع المدح بشيء آخر كقوله نهبت من الأعمار ما لو هويته لهنيئت الدنيا بأنك خالد. نهبت അല്ലെങ്കിൽ നഹബത്ത ഫഅല യഫ്അലു നഹബ യൻഹബു ഫഅല യഫ്അലു നഹബ യൻഹബു ഫഇല യഫ്അലു നഹിബ യൻഹബു. നഹിബുത്ത അല്ലെങ്കിൽ നഹബുത്ത എന്താ അതിനർത്ഥം? ഐ അഖത്ത അലാ വജ്ഹിൽ ഖഹിരീന. ശക്തിപ്രയോഗത്തിലൂടെ നീ പിടിച്ചെടുത്തു, നീ കവർന്നെടുത്തു, നീ കവർച്ച നടത്തി. അതിൻ്റെ അർത്ഥം ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഐ അഖത്ത അലാ വജ്ഹിൽ ഖഹിരി. ശക്തിപ്രയോഗത്തിലൂടെ ധീരത കാരണമായി നീ എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. മിനൽ അഅ്മാരി, ശത്രുക്കളുടെ ജീവിതങ്ങളിൽ നിന്ന്, അവരുടെ വയസ്സുകളിൽ നിന്ന്, മാ ഒരു കൂട്ടത്തിനെ നീ എന്തായി? കവർന്നെടുത്തു, പിടിച്ചെടുത്തു. ലൗ ഹവൈത്തുഹു, ആ ഒന്നിനെ നീ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ, ലഹുന്നിഅത്തി ദുനിയ, ദുന്യാവിൻ്റെ അഹ്ലുകാരെ ആശീർവദിക്കപ്പെടും, അവരെ അഭിനന്ദിക്കപ്പെടും. എന്തുകൊണ്ട് അഭിനന്ദിക്കപ്പെടും? ബി അന്നക ഖാലിദുൻ, നീ ഈ ദുന്യാവിൽ ശാശ്വതമായവനാണ് എന്നതുകൊണ്ട് ദുന്യാവിൻ്റെ അഹ്ലുകാരെ ആശീർവദിക്കപ്പെടും. അപ്പോൾ നീ ഇവിടെ എന്നെന്നും ഉള്ളതുകൊണ്ട് ദുന്യാവിൻ്റെ അഹ്ലുകാർക്ക് അഭിനന്ദനം അർപ്പിക്കപ്പെടും എന്ന. അപ്പോൾ ഇവിടെ ശത്രുക്കളുടെ ജീവിതങ്ങളിൽ നിന്ന് നീ ശക്തിപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്തു മാ ഒരു കൂട്ടത്തിനെ, ഒന്നിനെ. ആ ഒന്ന് നീ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ, അപ്പോൾ ഒരുപാട് ആൾക്കാരെ നീ കൊന്നിട്ടുണ്ട്, അവരുടെ വയസ്സുകളെല്ലാം നിനക്ക് കിട്ടുകയാണെങ്കിൽ നീ ഇവിടെ ആരാകും? ദുന്യാവിൽ ശാശ്വതമായി താമസിക്കുന്നവനാകും. നീ ഇവിടെ ശാശ്വതമായി താമസിക്കുന്നവനാവത് കൊണ്ട് ദുന്യാവിൻ്റെ അഹ്ലുകാർക്ക് അത് സന്തോഷകരമായ കാര്യമാണ്. അതാണ് പറഞ്ഞത്. ഇത് ഇവിടെ സൂഖിയിൽ കാണാം. ഖൗലുഹു നഹബത്ത മിനൽ അഅ്മാരി ഐ അഖത്ത മിൻഹ, ആ ശത്രുക്കളുടെ വയസ്സിൽ നിന്ന് നീ പിടിച്ചെടുത്തു. അലാ വജ്ഹിൽ ഖഹിരി, ശക്തിപ്രയോഗത്തിലൂടെ. മാലൗ ഹവൈത്തുഹു, ഖൗലുഹു മാലൗ ഹവൈത്തുഹു ഐ അഇമാറൻ, കേട്ടോ, അവരുടെ ആയുസ്സുകളെ. ലൗ ഹവൈത്തഹ, അവരുടെ ആയുസ്സുകളെ നീ എന്ത് ചെയ്യുകയാണെങ്കിൽ, ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ, എന്നിട്ട് ലമംതഹ ഇലാ ഉംദിക്ക, നിന്റെ വയസ്സിലേക്ക് അതിന് ചേർക്കുകയാണെങ്കിൽ നീ ദുന്യാവിൽ ഖാലിദാകുന്ന. ഇത് മുഅ്തസിലത്തിന്റെ മദ്ഹബാണത്. വാദാ മബ്നിയുന്നല മദ്ഹബിൽ മുഅ്തസിലത്തി അൽ ഖായിലീന ഇന്നൽ ഖാതില ഖതഅ അലൽ മഖ്തൂലി അജലഹു, ഖാതിൽ മഖ്തൂലിന്റെ ആയുസ് കുറച്ചു. വലൗ തറക്കഹു, അവൻ
ഖത്ലിനെ ഒഴിവാക്കുകയാണെങ്കിൽ ആശാവിനെ ഇനിയും ജീവിക്കുമായിരുന്നു. ഫൈദ ജമാ മാ ബക്കിയ മിൻ അമാരി ഖത്ലാഹു, ആ ഖാത്തിലനാൽ കൊല്ലപ്പെട്ടവരുടെ അയമാറിൽ നിന്ന് ബാക്കിയുള്ളത് ശേഖരിച്ചാൽ ഇലാ ഉംദിഹി, ഖാത്തിലിന്റെ ഉംറിലേക്ക് ശേഖരിക്കുകയാണെങ്കിൽ ലക്കാന ഖാലിദൻ, അവൻ ഖാലിദാഹും ലി ആഖിരി ദുനിയാ, ദുനിയാവിന്റെ ആഖിർ വരെ. ഇതാണ് മുഅ്തസിലത്തിന്റെ മദ്ഹബ്. ആ മദ്ഹബ് പ്രകാരമാണ് ഈ ബൈത്ത് ചൊല്ലിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഷാഇർ മംദൂഹിനെ മദ്ഹ് ചെയ്തത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ധീരതയുടെ പരമാവധി കൊണ്ട് മദ്ഹ് ചെയ്തിട്ടുണ്ട്. കാരണം എങ്ങനെ? ശത്രുക്കളുടെ വയസ്സുകളിൽ നിന്ന് ഇനി ശക്തിപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ആയുസ്സുകളെ ഒരുപാട് ഉംറുകളെ, വയസ്സുകളെ, ജീവിതങ്ങളെ. അതെല്ലാം നിന്റെ ജീവിതത്തിലേക്ക് കൂട്ടുകയാണെങ്കിൽ നീ ദുന്യാവിൽ ഖാലിദാണ്. നീ ദുന്യാവിൽ ഖാലിദാവൽ കൊണ്ട് ദുന്യാവിൻ്റെ അഹ്ലുകാർക്ക് സന്തോഷവുമാണ്. അപ്പോൾ ഇയാള് ദുന്യാവിൽ ഖാലിദാകണമെങ്കിൽ ഒരുപാട് ആൾക്കാരെ കൊല്ലണമല്ലോ. ഒരുപാട് ആളുകളെ കൊല്ലണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ധീരതയുടെ കമാലിയത്താണത്. അതാണ് പറഞ്ഞത് മദഹു ബിൻ നിഹായത്തി. ഷാഇർ ഈ മംദൂഹിനെ മദ്ഹ് ചെയ്തു ബിൻ നിഹായത്തി ഫി ശജാഅത്തി, ശജാഅത്തിലുള്ള അങ്ങേയറ്റം കൊണ്ട്. അതെങ്ങനെയാണ്? ഹൈസു ജഅല ഖത്ലാഹു, ഖത്തീലിന്റെ ഖത്ല, ഫഇലാലി വസിഫിൻ കെ ഖത്തീലിൻ ഓസമീൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഹൈസു ജഅല ഷായിർ ആക്കിയതിന് വേണ്ടി ഖത്ലാഹു, ഈ മംദൂഹിനാൽ കൊല്ലപ്പെട്ടവരെ ഈ ഷായിർ ആക്കി. ബിഹൈസു യഹുലുദു വാരിസു അഅ്മാരിഹിം, ആ കൊല്ലപ്പെട്ടവരുടെ അഅ്മാർ, ഉംറുകളുടെ വയസ്സുകളുടെ അവകാശി ശാശ്വതമാകുന്ന രൂപത്തിലാക്കി. അപ്പോൾ കൊല്ലപ്പെട്ടവരെങ്ങനെയാക്കി? അവരുടെ ഉംറുകൾ കവർന്നെടുത്തതായ ഈ ഖാത്തിൽ, അതാണ് മുഖാത്തബ്, ആ മുഖാത്തബ് ഇവിടെ ശാശ്വതമാകുന്ന നിലക്കാക്കി. അപ്പോൾ എന്ത് ചെയ്തു? ഇദ്ദേഹം ഇവിടെ അവരുടെ കൊല്ലപ്പെട്ടവരുടെ വയസ്സുകളെല്ലാം ഇദ്ദേഹത്തിന് കിട്ടിയാൽ ഇദ്ദേഹം ഇവിടെ ദുന്യാവിൽ ഖാലിദാവണമെങ്കിൽ കുറച്ചൊന്നും ആൾക്കാരെ കൊന്നാൽ പോരല്ലോ. കുറച്ചാൾക്കാരെ കൊന്നാൽ പോരെ, ഒരുപാട് ആയിരക്കണക്കിന് ആളുകളെ കൊല്ലേണ്ടി വരും. അത്രത്തോളം ആളുകളെ കൊല്ലണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ശജാഅത്തിന്റെ കമാലിയത്താണത്. അപ്പോൾ ഈ ബൈത്തിലൂടെ ഷായിർ ഈ മംദൂഹിനെ ശജാഅത്തിലുള്ള നിഹായത്ത് കൊണ്ട് മദ്ഹ് ചെയ്തിട്ടുണ്ട്. അല വജ്ഹിൻ, ഒരു ശൈലിയിലൂടെയാണ്, ഒരു വജ്ഹിലൂടെയാണ് മദ്ഹ് ചെയ്തത്. ഇസ്തതബ, ആ വജ്ഹ് താബിയാക്കുന്നു, ലാസിമാക്കുന്നു മദ്ഹഹു, ഇദ്ദേഹത്തെ മദ്ഹ് ചെയ്യലിനെ. നമ്മുടെ വിഷയം എന്താണ്? ഒരു ശൈലി കൊണ്ട് മദ്ഹ് ചെയ്യുക, അലാ വജ്ഹിൻ, ഒരു ശൈലിയിൽ. ആ ശൈലി മറ്റൊരു ശൈലി കൊണ്ട് മദ്ഹ് ചെയ്യലിനെ ലാസിമാക്കുന്ന. ഇസ്തതബ, ആ വജ്ഹ് താബിയാക്കുന്നു മദ്ഹഹു, അദ്ദേഹത്തെ മദ്ഹ് ചെയ്യലിനെ, ബി കൗനിഹി, അദ്ദേഹം ആവലുകൊണ്ട്, സബബൻ ലിസലാഹി ദുന്യാ, ദുന്യാവിൻ്റെ നന്മക്ക് സബബാവലുകൊണ്ട് മദ്ഹ് ചെയ്യലിനെ, അദ്ദേഹത്തെ മദ്ഹ് ചെയ്യലിനെ, വനിലാമിഹ, ദുന്യാവിൻ്റെ ക്രമീകരണത്തിനും അദ്ദേഹം സബബാവലുകൊണ്ട് മദ്ഹ് ചെയ്യലിനെ. അതെങ്ങനെ ഇവിടുന്ന് കിട്ടും? നീ ശത്രുക്കളുടെ അയൽമാരിൽ നിന്ന് ശക്തിപ്രയോഗത്തിലൂടെ ഒരുപാട് കവർന്നെടുത്തു. അതെല്ലാം നിനക്ക് നിന്റെ ആയുസ്സിലേക്ക് കൂട്ടുമ്പോൾ നീ ഇവിടെ
ഖാലിദും മുഖല്ലദും ആണ് എന്നും എന്നെന്നും ഇവിടെ നിനക്ക് ഹുലൂദുണ്ട്. നിനക്കിവിടെ ഹുലൂദുള്ളത് കൊണ്ട് ദുന്യാവിൻ്റെ അഹ്ലുകാരെ ആശീർവദിക്കപ്പെടുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഹുലൂദ് കൊണ്ട് ദുന്യാവിൻ്റെ അഹ്ലുകാർക്ക് ആശീർവാദം ലഭിക്കണമെങ്കിൽ ഇദ്ദേഹം വെറുതെ ഇവിടെ താമസിച്ചാൽ പോരല്ലോ. ഇദ്ദേഹം ഇവിടെ ഈ ദുന്യാവിൽ ഖാലിദായിട്ട് ഉണ്ടാവൽ കൊണ്ട് ദുന്യാവിൻ്റെ അഹ്ലുകാർക്ക് പല നേട്ടങ്ങളും പല ഗുണങ്ങളും ഉണ്ടാവണം. അപ്പോൾ ഈ ഖാലിദാണെന്നതുകൊണ്ട് ദുന്യാവിനെ ആശീർവദിക്കപ്പെടുന്നു. അത്രത്തോളം ആയുസ്സുകളെ നീ കവർന്നെടുത്തു എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തെ ഒന്നും കൂടി മദ്ഹ് ചെയ്യുന്ന ഈ ശൈലി ലാസിമാക്കുന്നുണ്ട്. എന്താ? ഇദ്ദേഹം സുജാഇയാണ് എന്നതിന് പുറമെ ഇദ്ദേഹം ഇവിടെ താമസിച്ചാൽ ദുന്യാവിൻ്റെ നന്മയുണ്ട്, ദുന്യാവിൻ്റെ അതിൻ്റെ ക്രമീകരണത്തിന് ഒരു സബബാണ് ഇദ്ദേഹം എന്ന് മദ്ഹ് ചെയ്യലിനെ ലാസിമാക്കുന്നുണ്ട്. കാരണം വെറും ഖുലൂദ് കൊണ്ട് ദുന്യാവിൻ്റെ അഹ്ലുകാരെ ആശീർവദിക്കപ്പെടുകയില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ഖുലൂദ് കൊണ്ട് ദുന്യാവിൻ്റെ അഹ്ലുകാർക്ക് ഫായിദയില്ലെങ്കിൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഖുലൂദ് കൊണ്ട് ദുന്യാവിൻ്റെ അഹ്ലുകാർക്ക് ആശീർവാദം കൊടുക്കപ്പെടുകയില്ല. അപ്പോൾ ദുന്യാവിൻ്റെ അഹ്ലുകാർക്ക് ആശീർവാദം കിട്ടണമെങ്കിൽ, ദുന്യാവിൻ്റെ അഹ്ലുകാരെ ആശീർവദിക്കപ്പെടണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഖുലൂദ് കൊണ്ട് ദുന്യാവിന് ഒരുപാട് നന്മ ഉണ്ടാവണം. അത് ജനങ്ങൾ അത് ഉപകരിക്കപ്പെടുകയും ചെയ്യും. ഇതിൽ ആ തഹ്നിയത്തലിയായതിൽ ഒരാൾക്കും അഭിനന്ദനമില്ല. ഒരു ഷൈ കൊണ്ടും ലാ ഫായിദത്തലഹു ഫീഹി, ആ ഷൈയിൽ ഈ ഒരാൾക്ക് ഫായിദയില്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഖുലൂദ് കൊണ്ട് ദുന്യാവിൻ്റെ അഹ്ലുകാർക്കൊരു ഫലവുമില്ലെങ്കിൽ ദുന്യാവിൻ്റെ അഹ്ലുകാർക്ക് തഹ്നിയത്തുണ്ടാവുകയില്ല. അപ്പോൾ തഹ്നിയത്തുണ്ട് എന്നാണ് ബൈത്തിൽ പറഞ്ഞത്. അപ്പോൾ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഖുലൂദ് കൊണ്ട് ദുന്യാവിന് എന്തുണ്ട്? സലാഹുണ്ട്. അപ്പോൾ ഇദ്ദേഹം ദുന്യാവിനെ അതിൻ്റെ ക്രമീകരണത്തിൽ കൊണ്ടുപോകുന്ന ആളാണ്. ദുന്യാവിൽ താമസിക്കുന്നവർക്കൊക്കെ ഒരു സുരക്ഷിതത്വം കൊടുക്കുന്ന ആളാണ് എന്ന് മദ്ഹ് ചെയ്യലിനെയും ഈ ശൈലി എന്താക്കുന്നുണ്ട്? ലാസിമാക്കുന്നുണ്ട്. ഖാല അലി ഇബ്നു ഈസ റബഈ പറഞ്ഞു, വഫീഹി ഐ ഫിൽ ബൈത്തി വജ്ഹാനി ആഖറാനി മിനൽ മദ്ഹി. ഈ ബൈത്തിൽ വേറെ രണ്ട് വജ്ഹുണ്ട് മദ്ഹിനാൽ. അത് അഹദുഹുമ, ഒന്ന് അന്നഹു നഹബൽ അഅ്മാറ ദൂനൽ അംവാലി, അവരുടെ അഅ്മാറിനെയാണ് കവർന്നെടുത്തത്, അവരുടെ സമ്പത്ത് കവർന്നെടുത്തിട്ടില്ല. അവരുടെ സമ്പത്ത് എന്തായിട്ടില്ല? സാധാരണ പിടിച്ചു പറിക്കൽ സമ്പത്തുകളെയാണല്ലോ. ഇത് സമ്പത്തല്ല, അവരൊക്കെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. കൊലപ്പെടുത്തിയിട്ട് അവരുടെ സമ്പത്ത് എടുത്തു, അതില്ല. നഹബൽ അഅ്മാറ എന്ന് പറഞ്ഞു. അതെ, അഅ്മാറിനെ കവർന്നെടുത്തു. ദൂനൽ അംവാലി കമാ ഹുവ, ഈ അഅ്മാർ ആയുസ്സുകളെ കവർന്നെടുക്കൽ മുക്തള ഉലുവിൽ ഹിമ്മത്തി, മേലെയായ മനക്കരത്തിൻ്റെ തേട്ടം അതായതുപോലെ. ഏത് ഉന്നതമായ മനക്കരുത്തെന്താണ്? അഅ്മാർ കവർന്നെടുക്കലാണ്, അംവാല് കവർന്നെടുക്കലല്ല. മുതലുകൾ അങ്ങനെ പിടിച്ചു പറിക്കല് അതൊരു ഒരു മനക്കരുത്തല്ല. ആളുകളെ കൊല്ലലാണെന്ന്, ശത്രുക്കളെ വകവരുത്തലാണെന്ന് ഉലുവുൽ ഹിമ്മത്ത്. അപ്പൊ കമാഹുവ, ആ അഅ്മാറിനെ പിടിച്ചു പറിക്കൽ ആയതുപോലെ മുക്തദ ഉലുവുൽ ഹിമ്മത്തി, മേലെയായ മനക്കരുത്തിന്റെ മുക്തതയായതുപോലെ മേലെയായ മനക്കരുത്തുള്ളവർ എന്താണ് ചെയ്യുക? ആളുകളെ വകവരുത്തും, ആളുകളെ അവിടുന്ന് ആട്ടി ഓടിക്കും, അവരെ കൊലപ്പെടുത്തും, അവരുടെ സമ്പത്തെടുക്കൂല. ഒതാലിക്ക എന്ന് ഈ കിതാബിൽ എഴുതിയത് ഒതാലിക്ക ഐ നഫിയു നഹ്ബിൽ അംവാലീന, ഈ അംവാലിനെ പിടിച്ചു പറിക്കാതിരിക്കൽ. ഇവിടെ നഹബുത്ത മിനൽ അഅ്മാരി എന്ന് പറഞ്ഞു. അഅ്മാരിൽ നിന്ന് കവർന്നെടുത്തു. അതിനെന്ത് കിട്ടി?
അമ്പാലിനെ കവർന്നെടുത്തിട്ടില്ല. അപ്പൊ അമ്പാലിനെ പിടിച്ചു പറിക്കാതിരിക്കൽ മഫ്ഹൂമും മിൻ തഖ്സീസിൽ അഅ്മാരി ബിദ്ദിക്രി. അഅ്മാറിനെ പറയലുകൊണ്ട് തഖ്സീസാക്കിയതിൽ നിന്നുള്ള മഫ്ഹൂമാണ്. അപ്പോ മിനൽ അഅ്മാരിന്ന് പറഞ്ഞതുകൊണ്ട് മിനൽ അംബാലി എന്ന് പറയാതെ മിനൽ അഅ്മാരി എന്ന് ഖാസാക്കി പറഞ്ഞതുകൊണ്ട് അതിൻ്റെ മഫ്ഹൂമാണെന്ത്? അംബാലിനെ എന്താക്കിയിട്ടില്ല, കവർന്നെടുത്തിട്ടില്ല. അപ്പോ ലഖബിന് മഫ്ഹൂമില്ലെങ്കിലും ഇവിടെ മഫ്ഹൂമ് ബുലഗാവ് അത് പരിഗണിക്കും. അപ്പൊ അതതിന് മഫ്ഹൂമില്ല എന്ന് പറയും. പക്ഷേ മഫ്ഹൂം അവിടെ ഈ ബുലഗാവ് ഏറ്റുപാർ ചെയ്യും. അതായത് നിസ്കാരം 5 വക്താർ എന്ന് പറഞ്ഞാൽ 6 അല്ല 4 അല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ അഅ്മാറിനെ പിടിച്ചു പറിച്ചു, അപ്പോൾ അംബാലിനെ പിടിച്ചു പറിച്ചിട്ടില്ല. അപ്പോൾ ദാലിക നഫിയു നഹ്ബിൽ അംബാലി, അംബാലിനെ കവർച്ച ചെയ്യാതിരിക്കൽ മഫ്ഹൂമും മിൻ തഖ്സീസിൽ അഅ്മാരി, അഅ്മാറിനെ ഖാസാക്കിയതിൽ നിന്ന് അറിയപ്പെട്ടതാണ് ബിദിക്രി പറയലുണ്ട്. പിന്നെ വൽ ഇറാദി അനിൽ അംബാലി, അംബാലിനെ തൊട്ട് ഇറാദ് ചെയ്യലു, ഇറാദ് ചെയ്തതിൽ നിന്നും അറിയപ്പെട്ടതാണ്. വൽ ഇറാദി തഖ്സീസ് മുഖത്തഫ. അപ്പോ മഫ്ഹൂമും മിൻ തഖ്സീസിൽ അഅ്മാരി, അഅ്മാറിനെ ഖാസാക്കിയതിൽ നിന്ന് അറിയപ്പെട്ടതാണ് ബിദിക്രി പറയലുകൊണ്ട് ഖാസാക്കി. വൽ ഇറാദി അനിൽ അംബാലി, അംബാലിനെ തൊട്ട് ഇറാദ് ചെയ്തതിൽ നിന്നും അറിയപ്പെട്ടതാണ്. അംബാലിനെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ മഅന്നൻ നഹ്ബ ബിഹ, ഈ മഅന്നൻ നഹ്ബ ബിഹ എന്ന് പറഞ്ഞുകൊടുത്ത് ഇവിടെ ഈ കിതാബിൽ എഴുതി കൊടുത്തേക്കുന്നത് ലമീർ ഈ അമ്മാലിനെ കവർന്നെടുക്കലാണ് അല്യക്കു ലോകത്തിൽ യോജിച്ചത്. കാരണം കവർന്നെടുക്കൽ ഏതാണ് അധികം? സമ്പത്തിനെയാണ്, അമ്മാലിനെ അല്ല. അപ്പോ മാന്നൻ നഹ്ബ ബിഹ എന്ന കിതാബിൽ ലമീർ എഴുതി കൊടുത്തിട്ടുണ്ട് ഐബിൽ അംബാലി. അതേ സമയത്ത് ദസൂഖിയിലുള്ളത് അങ്ങനെയല്ല. ഖൗലുഹു മഅന്നൻ നഹ്ബ ബിഹ ഐ മഅന്ന നഹ്ബ ബിഹ എന്ന് പറഞ്ഞു കൊടുത്ത് ഐ മഅന്ന തഅല്ലുക്കൻ നഹ്ബി ബിൽ അഅ്മാരിന, അഅ്മാറിനോട് കവർച്ച ബന്ധിക്കൽ അല്യക്കു ബിൽ മദ്ഹി, മദ്ഹിനോട് യോജിച്ചതാണ്. അങ്ങനെ ദസൂഖിയിലുള്ളത്. അപ്പോൾ ബിഹന്റെ ലമീർ ഈ കിതാബിൽ എഴുതി കൊടുത്തിട്ടത് അംബാലിനെ കവർച്ച ചെയ്യലാണ് അല്യക്കു, ലോകത്താൽ യോജിപ്പ്. സാധാരണ കവർച്ച ചെയ്യൽ സമ്പത്തിനെയാണ്, വയസ്സുകളെയല്ല. പക്ഷെ ദസൂഖിയിൽ ഇവിടെ ഉള്ളത് എങ്ങനെയാണ്? മഅന്നൻ നഹ്ബ ബിഹ ഖൗലുഹു മഅന്നൻ നഹ്ബ ബിഹ ഐ മഅന്ന തഅല്ലുക്കൻ നഹ്ബി ബിൽ അഅ്മാരി അല്യക്കു ബിൽ മദ്ഹി, അഅ്മാറിനെ കവർച്ച ചെയ്യലിനോട് ബന്ധിക്കൽ മദ്ഹിനോട് യോജിച്ചതാണ്. രണ്ടും ഓരോ ഇത് പ്രകാരം ശരിയാണ്. ഈ ബുലഗാവ് യഅ്തബിറൂന ദാലിക, ഈ തഖ്സീസിനെയും ഇറാദിനെയും അവർ പരിഗണിക്കും. അതായത് ഒരു കാര്യത്തെ പറയുകൊണ്ട് ഖാസാക്കി മറുവശം പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞത് ഏതാണോ അതിനെ തഖ്സീസാക്കും. അതാണ്. അപ്പോൾ ഇവിടെ അഅ്മാറിനെ പറഞ്ഞു, അംബാലിനെ തൊട്ട് ഇറാദ് ചെയ്തു. അപ്പോൾ ഇവിടെ അഅ്മാറിനെ മാത്രമാണ് നഹ്ബ് ചെയ്തത് എന്ന് ബുലഗാവ് മനസ്സിലാക്കും. അതാണ് ബുലഗാവ് യഅ്തബിറൂന ദാലിക, ഈ തഖ്സീസ് ഇറാദിനെ അവരെന്താക്കും? ഇത്തിബാർ ചെയ്യും. ഫിൽ മുഹാവറാത്തി വൽ ഖത്താബിയാത്തി, തർക്ക വിഷയങ്ങളിലും പ്രസംഗ വേദികളിലും അവരത് ഇത്തിബാർ ചെയ്യും. വഇല്ലം യഅ്തബിറുഹു അഇമ്മത്തുൽ ഉസൂലി, ഉസൂലിന്റെ അയിമത്ത് അതിനെ ഇത്തിബാർ ചെയ്യുന്നില്ലെങ്കിലും, കാരണം ഇവിടെ കസ്റിന്റെ അദാത്തുകളൊന്നും ഇല്ല. പിന്നെ വസാനി രണ്ടാമത്തെ വജ്ഹ് മദ്ഹിന്റെ, 2 വജ്ഹ് ഉണ്ടെന്ന് പറഞ്ഞുള്ള മദ്ഹിനാൽ അലി ഇബ്നു ഈസ
പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. രണ്ടാമത്തെ വജഹ് അന്നഹു ലം യകുൻ ളാലിമൻ ഫീ ഖത്ലിഹിം. ഈ മംദൂഹ് അവരെ കൊന്നതിൽ ളാലിമല്ല, അക്രമിയല്ല. വയില്ല, അക്രമിയാണെങ്കിൽ ലമാക്കാന ദുന്യാ സുറൂറുൻ ബിഖുലൂദിഹി, ഇദ്ദേഹത്തിന്റെ ഖുലൂദ് കൊണ്ട് ദുന്യാവിനിക്ക് ഒരു സന്തോഷം ഉണ്ടാവുകയില്ലായിരുന്നു. ലഹുന്നിയത്തി ദുന്യ എന്നാണല്ലോ. അപ്പോൾ ആവശ്യമില്ലാത്ത അക്രമികളായ ആളുകളെ ഇയാൾ വകവരുത്തി കൊന്നിട്ടുണ്ട്. അപ്പോൾ അക്രമികളായ ആളുകളെ കൊല്ലലുൽമല്ലല്ലോ. അങ്ങനത്തെ ഒരു മധുഹും ഇദ്ദേഹത്തിനുണ്ട് എന്നാണ് പറഞ്ഞത്. വമിൻഹു ഐ മിനൽ മഅനവിയ്യി, മഅനവിയ്യായ മുഹസ്സിനാത്തിൽപ്പെട്ടതാണ് അൽ ഇദ്മാജു. യുക്കാലു അദ്മജ ശൈഅ ഫീ സൗബിഹി എന്ന് പറയപ്പെടാറുണ്ട്. ഒരു ഷൈഇനെ ചുരുട്ടി വെച്ചു ഫീ സൗബിഹി, അവന്റെ വസ്ത്രത്തിൽ. എപ്പോഴാണ് അദ്മജ ശൈഅ ഫീ സൗബിഹി എന്ന് പറയല്? ഇദാ ലഫഹു ഫീഹി, ആ ഷൈഇനെ വസ്ത്രത്തിൽ മടക്കി വെച്ചാൽ, ചുരുട്ടി വെച്ചാൽ എന്നൊക്കെ കേട്ടോ, പൊതിഞ്ഞാൽ എന്നൊക്കെ പറയും. വഹുവ, ഈ ഇദ്മാജ് ഇസ്തുലാഹിൽ ഇദ്മാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയ്യുളമ്മന കലാമുൻ, ഒരു കലാമിന് ഉൾക്കൊള്ളിക്കലാണ്. ഒരു കലാമിന് ഉൾക്കൊള്ളിക്ക. എങ്ങനത്തെ കലാമ്? സീക്ക. ആ കലാമിനെ കൊണ്ടുവന്നിട്ടുണ്ട് ലി മഅനൻ, ഒരു മഅനാക്ക് വേണ്ടി, ഒരു മുറാദായ മഅനാക്ക് വേണ്ടി. ആ മഅന മദ്ഹൻ കാന വഗൈറഹു, ആ മഅന മറ്റൊരാളെ മദ്ഹ് ചെയ്യലാവട്ടെ അല്ലാത്തതാവട്ടെ, അങ്ങനെയുള്ള ഒരു കലാമിന് ഉൾക്കൊള്ളിക്കലാണ് മഅനൻ ആഖറ, മറ്റൊരു മഅനയെ. വഹുവ, ഈ മഅനൻ ആഖറ എന്ന് പറഞ്ഞത് മൻസൂബുൻ, അത് നസ്ബാക്കപ്പെട്ടതാണ് ബി അന്നഹു, ആ മഅനൻ ആഖറ ആണ് മഫ്ഊലുൻ സാനിൻ ലിയുളമ്മന, യുളമ്മന എന്ന ഫീലിനുള്ള രണ്ടാമത്തെ മഫ്ഊലാണ് എന്നതുകൊണ്ട് നസ്ബാക്കപ്പെട്ടതാണ്. അപ്പോൾ ഒന്നാം മഫ്ഊൽ ഏതാണ്? വഖദ് ഉസ്നിദ, ഏത് സ്ഥിതിയിൽ ഈ യുളമ്മന എന്ന ഫീലിനെ ഇസ്നാദ് ചെയ്യപ്പെട്ടു ഇലൽ മഫ്ഊലിൽ അവ്വലി, ഒന്നാം മഫ്ഊലിലേക്ക്, അത് കലാമുൻ എന്നുള്ളതാ. ഫഹുവ, അപ്പോൾ ഈ ഇദ്മാജ് ലിശുമൂലിഹി, ഈ ഇദ്മാജ് ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി ലിൽ മദ്ഹി വഗൈരിഹി, മദ്ഹിനെയും മദ്ഹ് അല്ലാത്തതിനെയും ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി അഅമ്മു മിനൽ ഇസ്തിത്ബാഇ, ഇസ്തിത്ബാഇനേക്കാൾ അഅമ്മാണ്. കാരണം ലിഖ്തിസാസിഹി, ഇസ്തിത്ബാ ഖാസായതിന് വേണ്ടി മദ്ഹ് കൊണ്ട്. ഇസ്തിത്ബാ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ഹുവൽ മദ്ഹു ബിശൈഇൻ അലാ വജ്ഹിൻ യസ്തത്ബിഉൽ മദ്ഹ ബിശൈഇൻ ആഖറ. അപ്പോൾ ഇസ്തിത്ബാവും ഇദ്മാജും തമ്മിലുള്ള നിസ്ബ ഉമൂമു ഖുസൂസ് മുത്ലഖാണ്. കഖൗലിഹി ശഅറുൻ നുഖല്ലിബു ഫീഹി അജ്ഫാനി കഅന്നി അഉദ്ദു ബിഹാ അലദ്ദഹരി ദുനൂബാൻ. കണ്ടോ? ഉക്കല്ലിബു ഫീഹി ഐ ഫീ ദാലിക്കൽ ലൈലി, ആ രാത്രിയിൽ ഞാൻ മറിച്ചും കൊണ്ടേ ഇരിക്കും, മറിച്ചും കൊണ്ടേ ഇരിക്കും. അജ്ഫാനി, എൻ്റെ കൺപോളകളെ കന്നി, ഞാനാവുന്നത് അഉദ്ദു ബിഹ, ആ കൺപോളകളെ കൊണ്ട് എണ്ണുന്നത് പോലെ അലദ്ദഹരി, കാലത്തിന്റെ മേൽ അദ്ദുനൂബ, ദോഷങ്ങളേതാ, കാലത്തിന്റെ മേൽ ദോഷങ്ങളെ. റസൂഖി ഖൗലുഹു ഉഖല്ലിബു ഫീഹി അജ്ഫാനി അബ്റ ബിൽ മുളാരിഇ, മുളാരി കൊണ്ട് ഇബാറത്തിട്ടത് ലിദലാലത്തിഹി അലാ തഖറുരി തഖ്ലീബിൽ അജ്ഫാനി ലൈലൻ, രാത്രിയിൽ കൺപോളകളെ മറിക്കൽ, ആവർത്തിക്കലിന്റെ മേൽ അറിയിച്ചതിന് വേണ്ടിയിട്ടാ. വഹുവ, ഈ തഖറുറു തഖ്ലീബുൽ അജ്ഫാന് ദലീലുൻ അലസ്സഹരി, ഉറക്കം വഴിക്കലിന്റെ മേലുള്ള ദലീല. ഉറങ്ങാത്തത് കൊണ്ടാണല്ലോ കൺപോളകൾ എങ്ങനെ മാറ്റിമറിച്ചും കൊണ്ടേയിരിക്കുന്നത്. വല്ലജ്ഫാനു ജമ്മു ജഫ്നിൻ കഫുരിൻ വഹുവ ഖിത്താഉൽ ഐനി, കണ്ണിന്റെ മൂടി, മിൻ അഅ്ലാ വഅസ്ഫല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കലാമിനെ കൊണ്ടുവന്നത്, ബൈത്ത് കൊണ്ടുവന്നത് എന്തിനാണ്? രാത്രി
ദൈർഘ്യമുണ്ട്, ഇദ്ദേഹം ഉറങ്ങാതെ കിടക്കുകയാണ് എന്ന കാര്യത്തിന് വേണ്ടിയാണ്. അതിവിടെ ഷാരിഹ് പറയുന്നുണ്ട്. കണ്ടോ, ഫഇന്നഹു തീർച്ചയായിട്ടും ഷായിർ ലമ്മന ഉൾക്കൊള്ളിച്ചു വസ്ഫല്ലൈലി ബിത്തൂലി, രാത്രി നീളമാണ് എന്നതുകൊണ്ട് വസുഫ് പറയലിനിക്ക് ഉൾക്കൊള്ളിച്ചു. അപ്പൊ ഈ ബൈത്ത് കൊണ്ടുവന്നതിന്റെ മുറാദ് രാത്രിക്ക് ദൈർഘ്യമുണ്ട്. അതെന്താ ദൈർഘ്യം ഉണ്ടാവുന്നത്? ഉറങ്ങാതെ കിടന്നിട്ട് മഹബൂബീങ്ങൾ വിട്ടുപിരിഞ്ഞ കാരണം കൊണ്ട് ഉറങ്ങാതെ കിടക്കുകയാണ്. അതാണ് കൺപോളകളെ ഞാൻ ഇങ്ങനെ മാറ്റിമറിക്കുന്നു. അതാണ് ഇവിടെ മുറാദായ മാന. ആ മാനാക്ക് ഉൾക്കൊള്ളിച്ചു അശിക്കായത്തമിനദ്ദൈരി, കാലത്തിൽ നിന്നുള്ള ആവലാതിയെ. കണ്ടോ, ഞാൻ ആ കൺപോളകളെ കൊണ്ട് കാലത്തിൻ്റെ മേൽ അലദ്ദഹിരി, എൻ്റെ ദോഷങ്ങളെ ഞാൻ എണ്ണുന്നത് പോലെ. അപ്പോൾ കണ്ണ് പോളന്ന് അടക്കുക തുറക്കുക, അതുകൊണ്ട് ചെയ്തു പോയ ദോഷങ്ങളെങ്ങനെ എണ്ണുന്നത് പോലെ. അപ്പോൾ രാത്രി ദൈർഘ്യമാണ് എന്ന ആ മൈനയിൽ കാലത്തിൻ്റെ മേലുള്ള ശിക്കായത്തിനെ ഉൾക്കൊള്ളിച്ചു. ഇതിൻ്റെ ശൈലി എങ്ങനെയാണല്ലോ. അപ്പൊ രാത്രി ആ കൺപോളകളെ കൊണ്ട് ഞാൻ എണ്ണുന്നത് പോലെ കാലത്തിൻ്റെ മേൽ എൻ്റെ ദോഷങ്ങളേന്നാ. അപ്പൊ രാത്രി ഞാൻ കൺപോളങ്ങൾ ഇങ്ങനെ മാറ്റിമറിക്കുന്നു. രാത്രിക്ക് കുറെ തൂലുണ്ട് എന്നതാണ് ഇവിടുത്തെ മുറാദായ മാന. ആ മാനയിൽ കാലത്തിൻ്റെ മേലുള്ള ഇദ്ദേഹത്തിൻ്റെ ദോഷങ്ങളെ അന്യായം ആവലാതി പറയലിനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ കൺപോളകളെ കൊണ്ട് ഞാൻ എണ്ണുന്നത് പോലെ കാലത്തിൻ്റെ മേൽ എൻ്റെ ദോഷങ്ങളേതാ. ഒമിന്നൽ മഅനവി അത്തൗജീഹു ഇസമ്മ, ഈ തൗജീഹിന് പേര് പറയപ്പെടും മുഹത്തമലുൽ ലിദ്ദൈനി, രണ്ട് ലിദ്ദിനിക്ക് ഇഹ്തിമാലുള്ളത് എന്നും അതിന് ഒരു പേരുണ്ട്. വഹുവ തൗജീഹ് ഇസ്തിലാഹിൽ, ഈ തൗജീഹ് എന്ന് പറഞ്ഞാൽ ഈറാദുൽ കലാമി, ഒരു കലാമിനെ കൊണ്ടുവരിക, മുഹത്തമിലല്ലി വജ്ഹൈനി മുഖ്തലിഫൈനി, വ്യത്യാസമായ രണ്ട് വജ്ഹിനിക്ക് ഇഹ്തിമാലുള്ള നിലയിൽ കൊണ്ടുവരാം. ഐ മുത്തബായിനൈനി മുത്തല്ലാദൈനി, മുഖ്തലിഫൈനി എന്ന് പറഞ്ഞാൽ പരസ്പരം ലിദ്ദുകളായ മുത്തബായിനൈനി, രണ്ടും എതിരാവണം, ഒന്ന് മറ്റൊന്നിൻ്റെ ലിദ്ദും ആവണം. അപ്പോൾ ഈ രണ്ട് വജുഹും ഒരേ സമയത്ത് ഒരുമിച്ച് കൂടാൻ പറ്റാത്തതാവണം. അങ്ങനത്തെ രണ്ട് വജുഹ്. ഏതുപോലെ മദ്ഹ് പോലെ ദമ്മ് പോലെ, മദ്ഹും ദമ്മും ഒരേ സമയത്ത് ഒരുമിച്ച് കൂടൂല. മസലൻ മദ്ഹ് ദമ്മ് എന്നുള്ളൊരു ഉദാഹരണമാണ്. വലാ യക്ഫി മുജറദ് ഇഹ്തിമാലി മഅനൈനി മുത്തഗായിറൈനി, മുത്തഗായിറൈനിയായ രണ്ട് മാനാക്ക് സാധ്യത ഉണ്ടാകൽ മാത്രം പോരാ, ആ മുത്തഗായിറൈനി എന്താവണം? മുത്തല്ലാദൈനി ആവണം. മുത്തഗായിറൈനി മുത്തല്ലാദൈനി ആവണം. അപ്പോ മുത്തഗായിറാനിയായ രണ്ട് മഅന മുത്തല്ലാദൈനി ആവണമെന്നില്ല. മുത്തല്ലാദൈനി ആയതൊക്കെ മുത്തഗായിറാനിയാണ്. അപ്പം മുത്തഗായിറും മുത്തല്ലാദും തമ്മിലുള്ള നിസ്ബ ഉമൂമു ഖുസൂസ് മുത്തലക്കാണ്. മുത്തല്ലാദൊക്കെ മുത്തഗായിറാണ്, മുത്തഗായിറൊക്കെ മുത്തല്ലാദല്ല. എന്താ ഇപ്പൊ മുഖ്തലിഫൈനി എന്ന് മുസന്നിഫിന്റെ ഇമാറത്തിൽ വജിഹൈനി മുഖ്തലിഫൈനി എന്ന് പറഞ്ഞാൽ ഇത് മുത്തഗായിറാനി ആയാലും മതി. കാരണം മുഖ്തലിഫാനിയൊക്കെ മുത്തഗായിറാനിയാണ്, മുത്തഗായിറാനിയൊക്കെ മുഖ്തലിഫാനിയാണ്. മത്തലിന്റെ ഇബാറത്ത് കൊണ്ട് മുഖ്തലിഫൈനി എന്ന് പറഞ്ഞതുകൊണ്ട് അത് മുത്തല്ലാദൈനി ആവണമെന്നില്ല.
അതാണ് ശാരി അവിടെ ഐ മുത്തമായിനൈന് മുത്തല്ലാദൈന് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം. കേട്ടോ, റഅയ്തുൽ ഐന ഫീ മൗളിഇൻ, അവിടെ ഐന് അത് ഫഇന്നഹു യഹ്തമിലു അല സവാഇ അൻ യുറാദ അൽ ഐനുൽ ജാരിയത്തു വ ഐനുൽ ദഹബി. ഒരു ഐന് എന്ന് പറഞ്ഞാൽ മുത്തബായിനേനിയായ രണ്ട് മൈനയാണ് കണ്ണ് സ്വർണം എന്നൊക്കെ പറഞ്ഞത്. അത് ഒരേ സമയത്ത് അലസവായിലേക്ക് ഇഹ്തിമാലുണ്ട്. സമമായ നിലയ്ക്ക് രണ്ടും ഉദ്ദേശിക്കാം. അത് തൗജീഹിൽപ്പെട്ടതല്ല. ഇവിടെ ഈ റഅയ്തുൽ ഐന എന്ന് പറഞ്ഞാൽ ഞാൻ ഐന് കണ്ടു ഫീ മൗലിൻ ഒരു സ്ഥലത്ത്. അവിടെ ഏതുദ്ദേശിക്കാം? അലസവാഗ് എന്നുദ്ദേശിക്കാം, കണ്ണ് കണ്ടു എന്നും വെക്കാം, ഐനു ദഹബു വൽ ഫില്ലത്ത് സ്വർണവും വെള്ളിയും കണ്ടു എന്നും വെക്കാം. അപ്പോൾ അവിടെ മുഖ്തലിഫാനിയാണ്. പക്ഷെ അതെന്തല്ല, മുത്തല്ലാദൈനി അല്ലാത്തതുകൊണ്ട് തൗജീഹിൽപ്പെട്ടതല്ല. കാരണം എന്താണ്? കാരണം അന്നൽ മഅനയൈനി, ഈ ഐന് റഅയ്തുൽ ഐന എന്ന് പറഞ്ഞ ഐന് അത് അൽ ഐനുൽ ജാരിയത്ത് ബസറാവാം, അല്ലെങ്കിൽ അൽ ഐനുൽ ജാരിയത്ത് ഒലിക്കുന്ന നദിയാവാം, ഐനുൽ ദഹബാവാം. ഇതൊക്കെ പരസ്പരം എന്തില്ല, തലാദില്ല ബൈനഹുമ ലി ജവാസി ഇജ്തിമാഇഹിമാ അലി ഇജ്തിമാഇഹാ. അവകളൊക്കെ ഒരേ സമയത്ത് ഒരുമിച്ച് കൂടൽ ജായിസാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞത് വലാ യക്ഫി മുജറദ് ഇഹ്തിമാലി മഅനൈനി മുത്തഗായിറാനി. മുത്തഗായിറാനിയായ രണ്ട് മാനാക്ക് സാധ്യത മാത്രം പോരാ, ആ മുത്തഗായിറാനി മുത്തല്ലാദൈനിയാവണം. കൗലിമൻ, ഒരാളുടെ കൗല് പോലെ, കാലാലി അഅവറ, അഅവർ കോങ്കണ്ണുള്ള ആളോട് പറഞ്ഞു, ഖാതലി അംറുൻ ഖുബാഅൻ ലൈത ഐനൈഹി സവാഉ. ഖാതലി എനിക്ക് തുന്നിത്തന്നു അമ്ര് കുബ എന്നൊരു കോട്ടിനെ, ലൈത ഐനൈഹി സവാഉ, അയാളൊരു രണ്ട് കണ്ണും സമമായിരുന്നെങ്കിൽ നന്നായിരുന്നു. അവിടെ രണ്ട് കണ്ണും സമമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ആ തമന്നി മുഖ്തലിഫൈനി മുത്തല്ലാദൈനിയായ രണ്ട് ഒജുഹിനിക്ക് സാധ്യത ഉണ്ട്. യഹ്തമിലു തമന്നി സിഹത്തൽ ഐനി ലൗറായി, ആ ന്യൂനതയുള്ള കണ്ണിന്റെ സിഹത്തിനെ കൊതിക്കലിനൊക്കെ ഇഹ്തിമാലുണ്ട്. ഒരു കണ്ണിനാണല്ലോ തകരാറുള്ളത്. അപ്പോ ആ തകരാറുള്ള കണ്ണ് സഹീഹായ കണ്ണ് പോലെയാവട്ടെ എന്നതിനവിടെ സാധ്യത ഉണ്ട്. ഫയക്കൂനു ദുആ ലഹു, അപ്പൊ അമ്രിന് അനുകൂലമായിട്ടുള്ള ദുആ ആവും കേട്ടോ. അവിൽ അക്സാലി, അക്സരിക്കും ഏറ്റിമാലുണ്ട്. ഈ തകരാറുള്ള കണ്ണ് പോലെ മറ്റേ സഹിയായ കണ്ണുമാവട്ടെ, ഫയക്കൂനു ദുആൻ അലി, അമ്രിന് പ്രതികൂലമായിട്ടുള്ള ദുആവും. രണ്ടും കൂടി അലസവാവ് ഒരുമിച്ച് കൂടാൻ പറ്റൂല. രണ്ട് മായനെയും ഒന്നിച്ച് ഉദ്ദേശിക്കൽ അവിടെ പറ്റൂല. ഒന്നിരിക്കില്ല, അത് മറ്റത്. അതേ സമയത്ത് റഅയ്തുൽ ഐന എന്ന് പറഞ്ഞോടത്ത് അവിടെ ഒലിക്കുന്ന നദിയും അവിടെ ഉദ്ദേശിക്കാം ഒരേ സമയത്ത് തന്നെ. അതുപോലെ തന്നെ അവയവം കണ്ണ് ഉദ്ദേശിക്കാം ഒരേ സമയത്ത് തന്നെ, അത് ഉദ്ദേശിക്കാം ഒരു സ്ഥലത്ത് തന്നെ. ഒരു സ്ഥലത്ത് റഅയ്തുൽ ഐന ഫീ മൗളിഇൻ, ഞാൻ ഒരു സ്ഥലത്ത് ഐന് കണ്ടു, അവിടെ എന്താണ്, നദിയും കണ്ടു സ്വർണവും കണ്ടു എന്ന് വെക്കാലോ. ആ സ്ഥലത്ത് നദിയും കണ്ടു സ്വർണവും കണ്ടു, അപ്പൊ അവിടെ തലാദ് വരണില്ല. റഅയ്തുൽ ഐന ഫീ മൗളിഇൻ, അവിടെ മുഖ്തലിഫാനിയായ രണ്ട് മഅനയാണ്. ഒന്നെന്ത്, ജാരിയത്തായ ഐന്,
ഐനാനി ഐനാനി ലം യംസസുഹുമാ റമദു ഫീ കുല്ലി ഐനിൻ മിനൽ ഐനൈനി നൂനാനി. അപ്പോൾ ഐന് ഒലിക്കുന്ന നദി, അതുപോലെ തന്നെ സ്വർണം. ഒരു സ്ഥലത്ത് നദിയും സ്വർണവും ഒന്നിച്ച് കണ്ടൂടെ? കാണാം. അപ്പം അത് മുത്തലാദൈനി അല്ല. അതേ സമയത്ത് ലൈത്ത ഐനൈഹി സവാവുന്നുള്ളത് അദ്ദേഹത്തിന് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ളത് ആകാൻ പറ്റൂല. ഒന്നിരിക്കൽ അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലം. അതാണ് മുത്തലാദൈനി ആവണമെന്ന് പറഞ്ഞത്. പിന്നെ കാലസക്കാക്കിയോ സക്കാക്കി ഇമാമ് പറഞ്ഞു ഒമിൻ തൗജീഹിൽപ്പെട്ടതാണ് മുത്തശാബിഹാത്തുൽ ഖുർആൻ. ഖുർആനിലെ മുത്തശാബിഹാത്തുകൾ അർറഹ്മാനു അലൽ അർശി എന്നൊക്കെ പറയും പോലെ അർറഹ്മാനു അലൽ അർശി ഇസ്തവ, അത് മുത്തശാബിഹത്താണ്. യദുല്ലാഹി ഫൗക ഐദിഹിം ബിഇത്തിമാരി, ഒരു ഇത്തിമാർ പ്രകാരം അത് തൗജീഹിൽപ്പെട്ടതാണ്. വഹുവ, ആ ഇത്തിബാർ എന്താ? ഇഹ്തിമാലുഹ മുത്തശാബിഹാത്തുൽ ഖുർആൻ, സാധ്യത ഉണ്ടാകലാണിൽ വജ്ഹൈനി മുഖ്തലിഫൈനി, മുത്തലാദൈനിയായ മുഖ്തലിഫൈനിയായ രണ്ട് വജ്ഹിനിക്ക് ഇഹ്തിമാലുണ്ട്. ഏത്? മുത്തശാബിഹാത്ത് കേട്ടോ. തുഫാരിഖുഹു, ഈ മുത്തശാബിഹാത്തുൽ ഖുർആൻ തൗജീഹിനോട് എതിരാകും ബിഇത്തിബാരിൻ ആഖറ, മറ്റൊരു ഇത്തിബാർ കൊണ്ട്. വഹുവ ഇത്തിബാർ അദമുസ്തിവാഇൽ ഇഹ്തിമാലൈനി, രണ്ട് ഇഹ്തിമാലും സമമാവാതിരിക്കലാണ്. അപ്പോൾ രണ്ട് ഇഹ്തിമാലും സമമാവണം. ഒന്നുകിൽ ഈ ഇഹ്തിമാല് അല്ലെങ്കിൽ ലാ ഇഹ്തിമാല് സമമാവണം, അപ്പോഴേ തൗജീഹിൽപ്പെടുള്ളൂ. അപ്പോൾ രണ്ട് ഇഹ്തിമാല് സമമാവാതിരിക്കലാണ്. ആ നിലക്ക് വിട്ടുപിരിയും മുത്തശാബിഹാത്തുൽ ഖുർആൻ തൗജീഹിനോട്. കാരണം അപ്പോൾ അവിടെ പറഞ്ഞെന്താണ്? തൗജീഹിൽപ്പെട്ടതാണ് മുത്തശാബിഹാത്തുൽ ഖുർആൻ ബിഇത്തിബാരി, ഒരു ഇത്തിബാർ പ്രകാരം. ആ ഇത്തിബാർ ഇഹ്തിമാലുഹാലി വജ്ഹൈനി മുഖ്തലിഫൈനി, മുഖ്തലിഫൈനിയായ രണ്ട് വജ്ഹിനിക്ക് ഇഹ്തിമാലാവല സാധ്യത ഉണ്ടാകലാണ്. കേട്ടോ. പിന്നെ തുഫാരിഖുഹു, ഈ മുത്തശാബിഹാത്ത് തൗജീഹിനോട് എതിരാകും ബിഇത്തിബാരിൻ ആഖറ, മറ്റൊരു ഇത്തിബാർ കൊണ്ട്. വഹുവ അദമുസ്തിവാഇൽ ഇഹ്തിമാലൈനി, രണ്ട് ഇഹ്തിമാല് സമമാകാതിരിക്കുക. ലിഅന്ന അഹദൽ മഅനൈനി ഫിൽ മുത്തശാബിഹാത്ത് ഖരീബാണ് വല്ലാഖിറു ബഈദാണ്. അപ്പോൾ ഖരീബും ബഈദും തമ്മിൽ സമമല്ല, അതുകൊണ്ട് തൗജീഹിനോട് വിട്ടുപിരിയും. കമാ ദക്കറ സക്കാക്കിയു, പറഞ്ഞതുപോലെ നഫ്സുഹു, അദ്ദേഹത്തിന്റെ നഫ്സ് തന്നെ എന്താ പറഞ്ഞത്? മിൻ അന്ന അക്സറ മുത്തശാബിഹാത്തുൽ ഖുർആനി, ഖുർആനിലെ മുത്തശാബിഹാത്തിൽ അക്സറും മിൻ ഖബീലി തൗരിയത്തി വൽ ഇൽഹാമി, തൗരിയത്ത് ഇൽഹാമിന്റെ കബീലയിൽ പെട്ടതാണ്. തൗരിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലഫ്സിനൊക്കെ ഖരീബും ഉണ്ടാകുക ബഈദും ഉണ്ടാകുക, എന്നിട്ട് ബഈദായ മഅനയെ ഉദ്ദേശിക്കുക. പിന്നെ വയജുസായക്കൂന വജ്ഹുൽ മുഫാറഖത്തി, ഈ മുത്തശാബിഹാത്തുൽ ഖുർആൻ തൗജീഹിനോട് വിട്ടുപിരിയുന്നതിന്റെ വജ്ഹ് ആവൽ ജായിസാണ്. ഹുവ, ആ വജ്ഹ് അന്നൽ മഅനയൈനി ഫിൽ മുത്തശാബിഹാത്തി, മുത്തശാബിഹാത്തിലുള്ള രണ്ട് മഅന ലാ യജിബു തലാദുഹുമ, അത് രണ്ടിന്റെയും തലാദ് വാജിബില്ല. തൗജീഹിൽ തലാദ് വാജിബാണല്ലോ, ഇതിൽ തലാദ് വാജിബില്ല. തലാദ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. അതാണ് ഈ മുഫാറഖത്തിന്റെ വജ്ഹ് എന്ന് ആവൽ ജായിസാണ്. ആദ്യം പറഞ്ഞ എന്താണ് മുഫാറഖത്തിന്റെ വജ്ഹ്? ഒന്ന് ഖരീബ്, ഒന്ന് ബഈദുമാണ്. അത് രണ്ടും സമമല്ല. അപ്പോൾ രണ്ട് മഅനയും സമമാവണം, ഒന്നല്ലെങ്കിൽ മറ്റത്. രണ്ടും കൂടി ഒപ്പം ഉദ്ദേശിക്കാൻ പറ്റൂല എന്ന് മാത്രം. ഒപ്പം ഉദ്ദേശിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ അത് തൗജീഹിൽപ്പെടൂല. റഅയ്തുൽ ഐന, അവിടെ ഒരേ സ്ഥലത്ത് രണ്ടും ഉദ്ദേശിക്കാം. നദിയും ഉദ്ദേശിക്കാം, കണ്ണും ഉദ്ദേശിക്കാം. ഞാൻ ഒരു സ്ഥലത്ത് ഐനിനെ കണ്ടു, നദി കണ്ടു, അവിടെ കണ്ണും കണ്ടു. അതുപോലെ തന്നെ സ്വർണവും കണ്ടു. ഐനിന് ഏതെല്ലാം മായനകളുണ്ട്, ആ മായന എല്ലാം ഉദ്ദേശിക്കാം.
അത് തൗജീഹിൽ പെടൂല കേട്ടോ. ഇപ്പോൾ തൗജീഹിൽ ഇത് ഒരു ഇത്തിബാറ് പ്രകാരം മുത്തശാബിഹാത്തുൽ ഖുർആൻ തൗജീഹിൽ പെട്ടതാണെന്ന് പറഞ്ഞല്ലോ. അത് രണ്ട് വജീനിക്ക് ഇഹ്തിമാലുണ്ടെന്ന അർത്ഥപ്രകാരമാണ്. അർറഹ്മാനു അലൽ അർശി ഇസ്തവ, ഇവിടെ ഇസ്തവക്ക് ചുരുങ്ങിയത് രണ്ട് മായനാക്ക് അവിടെ ഇഹ്തിമാലുണ്ട്. അതേ സമയത്ത് വിട്ടുപിരിയും. എങ്ങനെ? ഒന്ന് കരീബ് ഒന്ന് വഈദുമാണ്. അപ്പൊ രണ്ട് മായനയും സമമല്ല. അതുകൊണ്ട് ഇനി ഒമിനൽ മായനബി, മായനബിയിൽപ്പെട്ടതാണ് അൽ ഹസ്ലു, ഹസ്ല്. അല്ലത് എങ്ങനത്തെ ഹസ്ല്? യുറാദു ബിഹിൽ ജിദ്ദു, അതുകൊണ്ട് കാര്യം ഉദ്ദേശിക്കപ്പെടും. തമാശ പറഞ്ഞ് കാര്യം ഉദ്ദേശിക്കുക. കൗലിഹി, ഷാഇറിന്റെ കൗല് പോലെ എന്താണ്? ഇദാ മാത മീമിയുൻ അത്താക മുഫാഖിറ ഫഖുൽ അദ്ദിമൻ അൻദാ കൈഫ അഖ്ലൂക ലില്ലബ്ബി. ഇദാ മാത മീമിയുൻ അത്താക, തമീമി നിന്റെ അടുക്കൽ വരുമ്പോൾ, മുഫാഹിറൻ അവൻ തന്നെ ഒരു പവർ നടിച്ചവനായിട്ട് വരുമ്പോൾ, ഫക്കുൽ നീ പറഞ്ഞു അദ്ദി അന്ത, അതങ്ങോട്ട് വിട്ടേക്ക്. ആ പവർ നടിക്കലുണ്ടല്ലോ, അഹങ്കാരം കാണിക്കല്, അതങ്ങോട്ട് വിട്ടേക്ക്. കൈഫ അക്കുലുക്കലിൽ ലബ്ബി, നീ ഉടുമ്പിനെ തിന്നൽ എങ്ങനെ ഉണ്ടടോ എന്ന് ചോദിക്കാം. ഒരു തമാശ പറഞ്ഞിട്ട് കാര്യം ഉദ്ദേശിക്കാം കേട്ടോ. അതാണെന്ത്? ഹസില്. പറയുന്നത് തമാശയാണെങ്കിലും ഉദ്ദേശിക്കൽ എന്താണ്? ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇയാളെന്താണ്? ഈ തമീമി ഉടുമ്പ് തിന്നുന്ന ആളാണ്. അപ്പോൾ ഒരു പരിഹസിക്കൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ട്. തമാശയുടെ രൂപത്തിൽ കാര്യം പറയുക, അതിനാണ് എന്തെന്ന് പറയല്? ഹസില് എന്ന് പറയല് കേട്ടോ. ശരി.